എന്നാൽ ഞാൻ പിള്ളേർ രണ്ടുപേരും വന്നപ്പോൾ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ബാബുച്ചാൻ നിർബന്ധമായിട്ട് രണ്ടുപേരും ചെറിയ ബാക്കി വേണ്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകണം. പരീക്ഷ ദിവസം മാത്രം കൊണ്ടുപോകരുത്. അത് മൂത്തമാനാണെങ്കിൽ അത് പേര് ഒട്ടിയെങ്കിലും എഴുതിക്കൊണ്ട് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ വാക്യങ്ങൾ പഠിക്കുക, അത് അതിനെക്കുറിച്ച് അമിതം സംസാരിക്കുക, ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്വഭാവമായിരുന്നു. കേൾക്കാൻ വേഗത വേണം, പറവാൻ താമസം വേണം, പറയുന്നതിന് മുമ്പ് തിങ്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, തിങ്ക് എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ നോക്കണം, അതിനുശേഷം ഇത് ഹെൽപ്ഫുൾ ആണോ നോക്കണം, അതിനുശേഷം ഇത് ഇൻസ്പയറിംഗ് ആണോ നോക്കണം, അതിനുശേഷം ഇത് നെസസറി ആണോ നോക്കണം, അതിനുശേഷം കൈൻഡ് ആണോ നോക്കണം. ലിവിംഗ് മേ മീഡിയ സംപ്രേഷണം ചെയ്യുന്ന എക്കോസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം, തിരുവചനം പറയുന്നു, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാം. ഡിസ്ചാർജ് ഓൾ ദ ഡ്യൂട്ടീസ് ഓഫ് യുവർ മിനിസ്ട്രി. കർത്തൃ ശുശ്രൂഷയിൽ വിവിധ രീതിയിൽ ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ് ഈ പോഡ്കാസ്റ്റ്. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കുടുംബ ജീവിതവും സുവിശേഷ വേലയും എന്നുള്ള വിഷയമാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് സുവിശേഷ വേലയിൽ വിവിധ മേഖലകളിൽ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസി സിസ്റ്റർ സിസി ബാബു ജോൺ അവർകളാണ്. അനുഗ്രഹീത ശുശ്രൂഷകനും കൗൺസിലറും ഫെയ്ത്ത് സിറ്റി കളമശ്ശേരി ചർച്ചിന്റെ സീനിയർ പാസ്റ്ററുമായ പാസ്റ്റർ ബാബു ജോൺ അവരുടെ സഹധർമ്മിണിയാണ് സിസ്റ്റർ സിസി ജോൺ. കർത്താവിന്റെ ദാസി കർത്താവിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും വളരെയധികം ഈ നാളുകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയും വിവിധ മേഖലകളിൽ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസിയെ ഈ പോഡ്കാസ്റ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. Praise the Lord. Praise the Lord. ആന്റി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ആന്റിയെ പരിചയപ്പെടുത്താമല്ലോ. Praise the Lord. ദൈവത്തിന് സകല മഹത്വവും കരയിക്കുന്നു. സിസ്റ്ററുമായിട്ട് അല്പസമയം ചെലവഴിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം കുടുംബജീവിതമായതുകൊണ്ട് കുടുംബം അവിടം തൊട്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ വിവാഹം 1978 കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നൈജീരിയയിൽ നിന്നാണ് അദ്ദേഹം വന്ന് എന്നെ കല്യാണം കഴിച്ചത്. ഞങ്ങൾ നൈജീരിയയിലേക്ക് പോയി. ഞാൻ മർത്തോമ ആയിരുന്നു, അദ്ദേഹം യാക്കോബ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്യാമ്പസ് ക്രൂസൈഡ് വഴി, ഗ്രേറ്റ് കമ്മീഷൻ മൂവ്മെന്റ് വഴി രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്ത് ഇന്നിപ്പോൾ ഞങ്ങൾ ആലുവയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഫെയ്ത്ത് സിറ്റി ചർച്ച് കളമശ്ശേരിയിലെ പാസ്റ്ററാണെന്ന് കർത്താവിന്റെ ദാസി പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. 4 പേരും വിവാഹസ്ഥരായി കുടുംബസ്ഥരായി പല രാജ്യങ്ങളിൽ കഴിയുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു സമർപ്പണം ചെയ്ത് മുന്നോട്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിച്ച് കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സുവിശേഷ വേല എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ഭക്തന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വേലയാണ് സുവിശേഷ വേല. അതേ സമയത്ത് സഹോദരിമാരെ കർത്താവ് ശക്തമായി ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുകയും ഈ നാളുകൾ അധികമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി എപ്രകാരം പ്രയോജനപ്പെടുവാൻ കഴിയും എന്നുള്ള വിഷയം നമുക്ക് തമ്മിൽ സംസാരിക്കുവാൻ കഴിയട്ടെ. തുടർന്ന് ആന്റിയുടെ അനുഭവവും അറിവും ഞങ്ങൾക്കായി പങ്കിടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആന്റിയുടെ ശുശ്രൂഷയുടെ തുടക്കം എന്ന് പറയുന്നത് ഒന്ന് പറയാമോ? കർത്താവിന്റെ ദാസനോടൊപ്പവും കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചേർത്ത് അല്പമായിട്ട് ആന്റി പറയാമല്ലോ. ഞങ്ങള് 1988 ഞാനും ബാബുച്ചാനും, എൻ്റെ പ്രിയപ്പെട്ടവൻ ബാബുച്ചാനും 2 പെൺകുഞ്ഞുങ്ങളുമായി ഞങ്ങള് നാട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ആലുവ തെരഞ്ഞെടുത്തു. പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സൗകര്യം നോക്കി. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് ദൈവം ഞങ്ങൾക്കൊരു ആരാധന തരണമേ എന്ന് ഹൃദയത്തിൽ, ഒരു ആരാധന കൂട്ടം തരണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഞങ്ങൾ ഇരുവരുടെയും ഭവനത്തിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ആരെയും വിശ്വാസത്തിലുള്ളവരെ അറിയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ
ബാബിച്ചാനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. വേറെ ഒന്നും പറഞ്ഞില്ല. dwell in the land and എന്ത് ചെയ്യണമെന്നാ പറഞ്ഞറിയാവോ? feed the faithfulness. അത് നമ്മൾ വേറെ വേർഷൻസ് നോക്കുമ്പോൾ കാണുന്നത് dwell in the land and follow the faithfulness. ആ വാക്യത്തിന് ഭയങ്കര അർത്ഥമുണ്ട്. ഈ ദേശത്ത് ഞങ്ങളെ ദൈവം കൊണ്ടുവന്നെങ്കിൽ ദൈവം പറഞ്ഞത് ദേശത്ത് പാർത്ത് വിശ്വസ്തരായിരിക്കാനാ പറഞ്ഞത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ചോദിക്കും, എന്തുവാ അതിന്റെ അർത്ഥം? ഒത്തിരി ഒന്നും പറയുന്നത്, ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങൾ ഇവിടെ വന്ന് മെഡിക്കൽ ഷോപ്പ് തുടങ്ങി, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ തുടങ്ങി. ആ ബിസിനസ് സ്ഥാപനം പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ്, വൈറ്റ് വാഷ് ചെയ്യുന്നതിന് മുമ്പ്, ഷെൽഫ് അടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കടയുടെ തൊട്ടടുത്തുള്ള ഒരു പെന്തിക്കോസ്റ്റൽ സഭ, ആ മതില് മുഴുവൻ വളരെ റോട്ടനായിട്ട് പെയിന്റ് എല്ലാം പോയി, വാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ജോലിക്കാരോട് പറഞ്ഞു, ആദ്യം അവരോട് അനുവാദം വായിച്ചാൽ മേടിച്ചു, ആദ്യം അത് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാണെങ്കിലും, നമ്മൾ ഏത് സഭയിലാണെങ്കിലും, നമ്മൾ ഭവനത്തിലെ കുടുംബത്തിലാണെങ്കിലും നമ്മൾ വിശ്വസ്തമായിരിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ഫീഡ് ദ ഫെയ്ത്ത്ഫുൾനെസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു വേർഷൻ പറഞ്ഞ കൾട്ടിവേറ്റ് ദ ഫെയ്ത്ത്ഫുൾനെസ്, പ്രാക്ടീസ് ദ ഫെയ്ത്ത്ഫുൾനെസ്, ഫോളോ ദ ഫെയ്ത്ത്ഫുൾനെസ്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ തുടക്കമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ പാസ്റ്റർ MP ഐസക്കിന്റെ ഭവനത്തില് ഒരു ചെറിയ കുടിവരവ് തുടങ്ങി. ഞങ്ങൾ 5 കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഞങ്ങള് വിശ്വാസികളായിട്ട് അവിടെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ സഭ പാസ്റ്റർ പിയ ബേബിയുടെ നേതൃത്വത്തിന്റെ കീഴില് പാസ്റ്റർ MP ഐസക്ക് ചേർക്കപ്പെട്ടു. ഈ 22 വരെ പാസ്റ്റർ പിയ ബേബിയുടെ കീഴിലായിരുന്നു ഈ സഭ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഭ വളർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങള് വിശ്വാസികളായിട്ടിരുന്നുവെങ്കിലും പേഴ്സണൽ ഇവാഞ്ചലിസം ഞങ്ങൾക്ക് 2 പേർക്കും വളരെ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് പാച്ചാൻ ഷോപ്പിലൊക്കെ ഇരിക്കുന്ന കാരണം ഒത്തിരി പേരുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റി. ഞാൻ പറയട്ടെ, ഈ ഏരിയയിൽ നിന്ന് അനേക കുടുംബങ്ങള്, ഈ ചുറ്റുവട്ടത്ത് നിന്ന് അനേക കുടുംബങ്ങള് ഇന്ന് ഞങ്ങളുടെ സഭയുടെ ആക്റ്റീവ് മെമ്പേഴ്സ് ആണ്. ചുരുക്കി പറയുവാണെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിന്റെ അവിടെ താമസിക്കുന്നത്. ഇന്ന് അനേക ഹൗസ് സെർച്ചസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ സഭയ്ക്ക്. 100-800 പേര് മിനിമം ആരാധിക്കുന്ന ഒരു സഭയാ. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ഒരു 53 കുടുംബങ്ങൾ ഈ ഏരിയയിലുണ്ട്. അങ്ങനെ ദൈവം സഭയെ വളർത്തി. ഞാൻ സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് ദൈവത്തെ സേവിക്കുവാൻ ഗുണം തുടങ്ങി. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ടവന് ബൈബിൾ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാനും കടമന്ത്ര ഒരു ബൈബിൾ ക്ലാസ്, എറണാകുളത്ത് ആലുവയിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുവാൻ തുടങ്ങി. അദ്ദേഹവും പല സ്ഥലങ്ങളിൽ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ തുടങ്ങി. പേഴ്സണൽ ഇവാഞ്ചലിസം ഒക്കെ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ സഭ വളർന്ന് ഈ 22 വരെയും പാസ്റ്ററുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അദ്ദേഹം ദൈവസന്നിധിയിൽ വേല ചെയ്തു. ഞാൻ പറയട്ടെ, എന്നെ ഭരിക്കുന്ന ഒരു ചിന്ത, ഇപ്പോഴും ഭരിക്കുന്ന ഒരു ചിന്ത. സങ്കീർത്തനം 79:10 പറയുന്നുണ്ട്, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നത് എന്തിന്? അത് ആസാഫാ പറയുന്നത്. നമ്മൾ 115-ാം സങ്കീർത്തനം 2-ാം വാക്യം നോക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്നു, അവരുടെ ദൈവം എവിടെയെന്ന് അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നതിന്. അപ്പൊ ഞാൻ യേശുവിനോട് പറയും, കർത്താവേ, എൻ്റെ ഹസ്ബൻഡിന്റെ എപ്പോഴും പറയും, വി ആർ വാക്കിംഗ് ബൈബിൾസ്. നമ്മൾ ബൈബിള് വായിക്കും, പക്ഷേ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെയാ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നടപ്പിൽ സാക്ഷ്യമില്ലായ്മ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ, ചലഞ്ചസ് വന്ന് നമ്മൾ ഫേസ് ചെയ്ത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവർ ചോദിക്കുന്നു, ഇവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണല്ലോ, ഇവരെപ്പോഴും സ്തോത്രം പറയുന്നവരും വീട്ടിലെപ്പോഴും കയ്യടിയും പ്രാർത്ഥനയും, എപ്പോഴും മീറ്റിങ്ങിന് പോകും വരുമൊക്കെയാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നത് എന്തിന്? ഹല്ലേലൂയ. ആ ഒരു വിഷയം എപ്പോഴും എന്നെ ഭരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച ആ വേലകളില് സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനം എല്ലാം വിട്ട് ഇറങ്ങിയത് 2020-ലാണ്. അതിന് മുഖാന്തരമായത് പറയുമ്പോഴാണ് ഞങ്ങളുടെ അസിസ്റ്റൻസിയുടെ ഫുൾ ടൈം മിനിസ്ട്രിയുടെ തുടക്കം വരത്തുള്ളൂ. അങ്ങനെ മുന്നോട്ട് ബൈബിൾ ക്ലാസ് എടുത്തും
പേഴ്സണൽ ഇവാഞ്ചലിസം വഴി സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയ സമയത്ത് വായിച്ചാൽ എല്ലാ വിധത്തിലും പാസ്റ്ററുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പിറ്റ്യൂട്ടറിയിൽ ഒരു ട്യൂമർ വന്നു. എനിക്ക് 4 മക്കളാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് ദൈവം എനിക്ക് 2 ആൺമക്കളെ കൂടെ തന്നു. സാക്ഷ്യത്തിന്റെ സമയമല്ലല്ലോ, ഇമ്പോസിബിൾ ആയിട്ടൊരു സാഹചര്യത്തില് നൈജീരിയയിൽ വെച്ച് ഡോക്ടർ ഈ പ്രസവിക്കുന്ന സർട്ടിഫിക്കറ്റ് തന്ന സ്ഥാനത്ത് ദൈവം 2 ആൺമക്കളെ കൂടെ തന്നു. ആ മൂത്ത മകന് 3 വയസ്സുള്ളപ്പോഴാണ് 95-ല് ഹല്ലേലൂയ വെല്ലൂർ CMC ഹോസ്പിറ്റലിലെ കൈമലർത്തി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. സക്സസ്ഫുൾ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുവാൻ ദേവദാസൻ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഓരോ ഓപ്പറേഷനും കൂടാതെ ഈ മെയില് അന്നത്തെ റിസൾട്ട് ഇങ്ങനായിരുന്നു: നോൺ വിഷ്വലൈസേഷൻ ഓഫ് ദ പിറ്റ്യൂട്ടറി അഡിനോമ സീൻ ഇൻ ദ MRI of May 1995. പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു വിധവയായി പോകുമ്പോഴാണ് ഈ ഹല്ലേലൂയ ഈ 2025 വന്നപ്പോൾ 30 വർഷമായി അദ്ദേഹത്തെ ദൈവം ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു. അപ്പൊ ഈ 95-ലെ സംഭവം കഴിഞ്ഞപ്പോൾ മുതൽ എപ്പോഴും കടയിലിരുന്ന പല വേർഷൻസ് ബൈബിൾ കൊണ്ടുവന്ന് എപ്പോഴും ബൈബിൾ വായനയാണ് കടയിലിരുന്ന് എന്നോട് പറഞ്ഞു, ഈ നല്ലൊരു സാക്ഷ്യം ദൈവം തന്നു, ഈ കർത്താവിന് സാക്ഷിയായി നിൽക്കാൻ പോണം, കട വിടുവാന്ന് പറഞ്ഞ് നമ്മളൊരു കാറ് വിൽക്കുന്നത് പോലെ ഒന്നും പെട്ടെന്ന് കട വിൽക്കാൻ പറ്റത്തില്ല. കാരണം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിരുന്നു. നമുക്ക് ഗുഡ്വില്ല് കിട്ടണം, നമുക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് കിട്ടണം, അതിന് വേണ്ട ആൾക്കാരെ കിട്ടണം, അതിന് ആഗ്രഹമുള്ളവരെ, മെഡിക്കൽ ഷോപ്പ് വാങ്ങാൻ ആഗ്രഹമുള്ളവരെ കിട്ടണം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും എല്ലാ കാര്യവും നേരത്തെ ഞങ്ങളോട് സംസാരിക്കും. അത് ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം അന്നും ഇന്നും ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവശബ്ദത്തിന് കാതോർക്കാനുള്ളത് ഒരു വലിയ വിഷയമാണ്. അങ്ങനെ ആ ജോലി വിട്ട് പൂർണ്ണമായി സുവിശേഷ വേലയ്ക്കായിട്ട് അങ്ങ് വേർതിരിഞ്ഞു. 22-ല് പ്രിയപ്പെട്ട അതേ പാസ്റ്റർ പ്രവേശിച്ചപ്പോൾ സഭയുടെ സീനിയർ പാസ്റ്റർ ആയിട്ട് ഇപ്പോൾ ആയിരിക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തും. തുടക്കം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിക്കുന്ന സാക്ഷികളാണ്. സെക്യുലർ ഫീൽഡിലും നല്ലൊരു അധ്യാപികയാണ്. അപ്പോൾ തന്നെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നല്ല കുടുംബശീലങ്ങളായിരിക്കും നിശ്ചയമായിട്ടും വീട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആൻറ്റി, വീട്ടിലെ ആത്മീയ വളർച്ചയ്ക്കായി, പ്രത്യേകിച്ച് 4 കുഞ്ഞുങ്ങളുടെ മാതാവാണ്, അതിൻ്റെ ആത്മീക വളർച്ചയ്ക്കായി എങ്ങനെയായിരുന്നു ആൻറ്റി നേതൃത്വം നൽകിയിരുന്നത്? കുടുംബശീലങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ശീലങ്ങൾ, ഹാബിറ്റ്സ്. ഞാൻ പറയട്ടെ, കുടുംബത്തിലെ പുരോഹിതൻ ഭാവിച്ചാണ്. കുടുംബത്തില് നമ്മൾ യാഗത്തിനൊന്നും ഒരു മുടക്കവും വരുത്തരുതല്ലോ. രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവരെ കൂടെ കൊണ്ടുപോയി അടുത്ത് കിടത്തും. അങ്ങനെ പെൺപിള്ളേർ 2 പേരുമായിട്ട് മൂത്ത 2 പിള്ളേരാ വ്യത്യാസമുണ്ട്. കുടുംബ പ്രാർത്ഥന വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യുമായിരുന്നു. ഞങ്ങൾ അഥവാ വൈകുന്നേര സമയങ്ങളിൽ ഇല്ലെങ്കിൽ പെൺപിള്ളേർ ചുമതലയെടുത്ത്, 2 പെൺപിള്ളേരും ഒരു അമ്മയുടെ ചുമതലയെടുത്ത് ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന സമയം മാറ്റി വെച്ച് ചെലവഴിച്ച് ആരാധിച്ച് വചനം പഠിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാമ്പസ് ക്രൂസൈഡുകാരുടെ ഇൻഫ്ലുവൻസില വിശ്വാസത്തിലേക്ക് വന്നതെന്ന്. ക്യാമ്പസ് ക്രൂസൈഡുകാര് എന്നെ വിശ്വാസത്തിൽ അവിടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാൻ വേണ്ടി 3 പേര് ബിൽബ്രൈറ്റ് അവർക്ക് ശമ്പളം കൊടുക്കും. അവർ വരുന്നത് അമേരിക്കയിൽ നിന്ന്. പക്ഷെ നമ്മുടെ അവിടെ അവർ വർക്ക് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി നൈജീരിയയുടെ കറൻസി നൈറ വേണം. അപ്പോൾ വന്നു കഴിഞ്ഞ് എന്നെ മീറ്റ് ചെയ്തപ്പോൾ ഞാനിത് എപ്പോഴും എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്. കാരണം ഒരാളെങ്കിലും അത് ചെയ്താൽ അത് ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും. അവരെന്നോട് പറഞ്ഞു, മിസ്സസ് ജോൺ, യു സ്റ്റാർട്ട് മെമ്മറൈസിങ് വേഴ്സസ്, വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ പറഞ്ഞു. ഈ മക്കളെ, ഹല്ലേലൂയ, ഇനി എനിക്ക് ആകാൻ പോകുന്ന വയസ്സ് 70 കേട്ടോ. ഹല്ലേലൂയ, ഇന്നും ഞാൻ അത് ഫോളോ ചെയ്യും, ഒരു വാക്യമെങ്കിലും. അത് കാരണം എൻ്റെ കുഞ്ഞുങ്ങളും അത് കണ്ട് പഠിച്ചു വന്നതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളും അത് അങ്ങനെ എഴുതി വെക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു. എന്നാൽ ആൺപിള്ളേർ 2 പേരും കൂടെ വന്നപ്പോൾ അവർ തമ്മിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 1.25 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ഞാൻ മൂത്തവനെ ഹല്ലേലൂയ 1 വയസ്സ് മൂത്തവനായപ്പോൾ ഞാൻ മറ്റവനെ പ്രഗ്നന്റായി. 1.25 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ബാബുച്ചാന് നിർബന്ധമായിരുന്നു 2 പേരും ഒരു ചെറിയ വാക്യം എഴുതി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകണമെന്ന്. പരീക്ഷയുടെ ദിവസം മാത്രം കൊണ്ടുപോകരുതെന്ന്. അത് മൂത്ത മോനാണെങ്കിൽ അത് പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക ഷേപ്പില്.
പ്രൈസ് ഗോഡ് എഴുതിക്കൊണ്ട് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ വാക്യങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ച് തമ്മിൽ സംസാരിക്കുക, അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്വഭാവമായിരുന്നു. മുത്തമോളൊക്കെ പഠിക്കുന്നതിനകത്ത് വാശി വെച്ചിട്ടായിരുന്നു പഠിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് ബാബുച്ചാനിടയ്ക്ക് അതേപ്പറ്റിയൊക്കെ ചോദിക്കും. അപ്പൊ ഞാനാണെങ്കിലും അന്നും ഇന്നും ഈ വയസ്സാം കാലത്തും എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ അക്രോണിംസ്, ഓരോ വിഷയത്തിന്റെയൊക്കെ അക്രോണിംസ്, ഈ നിമോണിക്സ് ഒക്കെ ഞാൻ പഠിക്കുന്നത് കാരണം അത് കൊച്ചുപിള്ളേരിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. എൻ്റെ മൂത്ത ഗ്രാൻഡ് ചൈൽഡിന് 20 വയസ്സുണ്ട്. അത് താഴേക്ക് കൊച്ചുമക്കളിലേക്കും കൂടെ അത് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരിടത്ത് മെസ്സേജ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, കേൾക്കാൻ വേഗത വേണം, പറവാൻ താമസം വേണം, പറയുന്നതിന് മുമ്പൊന്ന് തിങ്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, തിങ്ക് എന്ന് പറഞ്ഞാൽ ടി ട്രൂ ആണോ നോക്കണം, അതിനുശേഷം എച്ച് ഇത് ഹെൽപ്ഫുൾ ആണോ നോക്കണം, അതിനുശേഷം ഐ ഇത് ഇൻസ്പയറിംഗ് ആണോ നോക്കണം, അതിനുശേഷം എൻ ഇത് നെസസറി ആണോ നോക്കണം, അതിനുശേഷം കെ കൈൻഡ് ഇത് കൈൻഡ് ആണോ നോക്കണം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു രസമായി ഇതൊക്കെ പഠിക്കുന്നതും. ഇങ്ങനെ എൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ആ വചനം പഠിപ്പിച്ചതാണ്. അതാണ് ഏറ്റവും വലിയൊരു ശീലം കുഞ്ഞുങ്ങളിലുള്ളത്. പിന്നെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും രാവിലെ വൈകിട്ടും കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. അത് കുഞ്ഞുങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഈ കൊച്ചു മോന് എന്തെങ്കിലും ഒരു വിഷയം ഭവനത്തിൽ വന്ന ഉടനെ കൈയും കൊണ്ട് വരും. ആ കുഞ്ഞിക്കൈയും കൊണ്ട് വന്നിട്ടുള്ള അനേക സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങളെ എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞിക്കൈയും കൊണ്ട് വന്നിട്ട് പറയും, മമ്മി നമുക്ക് അയ്യമത്തിപ്പെടാം. അയ്യമത്തിപ്പെടാന്നുള്ള ശരിക്കും അറിയത്തില്ല പറയാൻ. മമ്മി നമുക്ക് അയ്യമത്തിപ്പെടാം. ഹല്ലേലൂയ. അപ്പൊ ശീലം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഭവനത്തിലെ ഒരു ഹാബിറ്റ് ഇതായിരുന്നു, കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. അത് കുഞ്ഞുങ്ങൾ കണ്ടാണ് വളർന്നത്. അങ്ങനെ വചനം പഠിക്കുവാനും എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഉത്സാഹമായിരുന്നു ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രചോദനാത്മകമായ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയ ആന്റി ആദ്യമായിട്ട് പറഞ്ഞത് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞത് കുഞ്ഞുങ്ങളെ വാക്യം പഠിപ്പിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് കൈ കോർത്ത് പ്രാർത്ഥിക്കുന്ന ശീലം. മാന്യ പ്രേക്ഷകർ, നിങ്ങളുടെ കുടുംബത്തിലും ഇത് അഭ്യസിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം കുഞ്ഞുങ്ങളെ വാക്യം പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. വചനം ജീവനുള്ളതായതുകൊണ്ട് അതെന്നും അവരോട് സംസാരിക്കുവാനിടയായി തീരും. കുടുംബ പ്രാർത്ഥന പ്രധാനപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ഗോഡ്. ഇനി മറ്റൊരു സംശയം ഉള്ളത്, ആന്റി പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ദൈവദാസനോട് കൂടെ പോകാറുണ്ട്. മാത്രമല്ല വളരെ തിരക്കേറിയ ഒരു ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അനേക ദൈവിക സന്ദേശങ്ങൾ യൂട്യൂബുകളിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആന്റിയുടെ മക്കളുടെയും ദൈവദാസന്റെയും ഒക്കെ പിന്തുണ ആന്റിക്ക് എങ്ങനെയാണ് ലഭിച്ചത്? സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വലിയ കൃപ, എന്നോടുള്ള ഫേവറെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാബുച്ചായനും കുഞ്ഞുങ്ങൾ 4 പേരും ശുശ്രൂഷയില് ഭയങ്കരമായിട്ട് എന്നെ സഹായിക്കുന്നവരാണ്, പിന്തുണയ്ക്കുന്നവരാണ്. എല്ലാ കാര്യത്തിലും ഞാൻ ഈ സ്റ്റഡിയിലോട്ടിങ്ങ് പോകുന്നു. ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചത് ഇച്ചിരി മുമ്പ് ബാബുച്ചായന വെള്ളം കൊണ്ടുവന്ന് വെച്ചത്. എല്ലാ കാര്യത്തിലും തമ്മിൽ ഞങ്ങൾ 2 പേരും ശുശ്രൂഷ. കാരണം ഇത് ദൈവത്തിന്റെ കാര്യമാണ്, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ ത്യാഗത്തിലും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വളരെ കൺസേൺഡാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെക്കൻ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇപ്പം പാലക്കാട് എവിടെയെങ്കിലും ദൂരെ പോകണമെങ്കിൽ ചർച്ചിലെ ഒരു പയ്യൻ വന്നാണ് കൊണ്ടുവന്നത് നമ്മുടെ കാറിൽ തന്നെ. രാത്രി പോയി ഫുൾ ടാങ്ക് നിറച്ച് ഇവിടെ ഇടും. എല്ലാ കാര്യങ്ങളും അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ചോദിക്കും. അതുപോലെ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ 2 കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് അത് പകർന്നു തന്നിട്ടുണ്ട്. അതായത് ഒന്ന്, അദ്ദേഹത്തോട് ദൈവാത്മാവ് സംസാരിച്ചു, ഏണിയുടെ ഒരു പടി പോലെ നീ നിൽക്കണം. പലര് ആ പടിയിൽ ചവിട്ടി കയറി മേളിലോട്ട് പോകും. പക്ഷെ നീ നിന്നു കൊടുക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് കുഞ്ഞുങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും തമ്മിൽ അറിയാം. അതുകൊണ്ട് എന്ത് ബന്ധപ്പാട് വന്നാലും പിന്തുണ തന്നില്ലെങ്കിൽ പോലും സഹിപ്പാനും വഹിപ്പാനും കർത്താവ് ഒരു കൃപ തന്നു. പക്ഷെ കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാ വിധത്തിലും എൻകറേജ് ചെയ്യുകയും
എപ്പോഴും ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും, അതുപോലെ വന്ന മക്കളാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുപോലെ ഞാൻ ഏത് ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പും ഞാൻ പറഞ്ഞില്ല, എന്റെ പുരോഹിതനും എന്റെ പ്രവാചകനും എന്റെ പാസ്റ്ററും ആരാന്ന് ചോദിച്ചാൽ എന്റെ ബാബുച്ചായനാണ്. പ്രൈസ് ഗോഡ്. ദൈവം എനിക്ക് തിരിച്ചു തന്നതാ ബാബുച്ചായനെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് വേണ്ടി നിലനിർത്തിയിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. ഇന്ന് ഇങ്ങോട്ട് ഞാൻ ഇതുവരെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറി പോന്നപ്പോഴും ഞാൻ ബാച്ചാനോട് പറഞ്ഞു, ബാച്ചാന്റെ തലയിൽ നിന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ച്. പ്രൈസ് ഗോഡ്. അങ്ങനെ തമ്മിൽ എല്ലാ വിധത്തിലും പ്രാർത്ഥനയിലും എല്ലാം പിന്തുണയ്ക്കുന്ന ഒരു കുടുംബത്തെ ദൈവം എനിക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ബാച്ചാനോട് ദൈവം ഇടപെട്ട വേറൊരു കാര്യം, walk the talk and talk the walk. എന്നോട് പറഞ്ഞു, തനിക്ക് നടന്നു കാണിക്കാൻ പറ്റാത്ത, ജീവിച്ച് കാണിക്കാൻ പറ്റാത്ത ഒരു തത്വവും ജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. സീരിയസ് കാര്യം അതേ മക്കളെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ എന്ത് സംസാരിക്കുന്നോ അതുപോലെ നീ നടക്കണം. നീ എങ്ങനെ നടക്കുന്നോ അതുപോലെ നീ സംസാരിക്കണം. അതും എൻ്റെ ജീവിതത്തില് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്നെ ഒത്തിരി പിന്തുണയ്ക്കുന്നതാ, എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാ, എന്നെ ഒത്തിരി വഹിക്കുന്നതാ, എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്നതാ. അങ്ങനെ നിന്നുകൊണ്ട് കർത്താവിന്റെ വൽപ്രവേശത്തെ ബഹുമാനിപ്പാൻ തക്കണം ഞങ്ങളെ കർത്താവ് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണല്ലോ നാം കേട്ടത്. എൻ്റെയും അനുഭവം അത് തന്നെയാണ് ആൻറ്റി. പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷയുടെയും വളർച്ചയ്ക്ക് കാരണം എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ലിവിങ്സ്റ്റൺ ആണ്. ഞാനും ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ എൻ്റെ തലയും കൊണ്ട് കൊടുക്കാറുണ്ട്. പ്രാർത്ഥിച്ചാണ് എന്നെയും പറഞ്ഞു വിടുന്നത്. എത്ര ഒരുപക്ഷെ എന്തെങ്കിലും നിരാശകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാത്ത അവസ്ഥയോ ഇങ്ങനെ ഏത് കാര്യങ്ങൾ വന്നാലും വളരെ പിന്തുണ തരാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകർ പ്രത്യേകിച്ച് അറിയേണ്ട, കർത്താവിൻ്റെ ദാസന്മാരായാലും പ്രിയ സഹോദരിമാരായാലും അറിയേണ്ട ഒരു വിഷയം, അന്യോന്യം സ്നേഹിക്കുക, അന്യോന്യം പരിചരിക്കുക, ഒരാൾക്ക് ലഭിക്കുന്ന ശുശ്രൂഷയിൽ മറ്റേയാളും സന്തോഷിക്കുക. അങ്ങനെയാണ് സുവിശേഷ വേലയ്ക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയുന്നത്. അങ്ങനെ മാത്രമേ കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ശുശ്രൂഷ മാത്രമേ അത് സക്സസ് ആകുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അന്യോന്യം സഹായിക്കുന്നതിൽ മുൻപന്തിയിലേക്ക് കടന്നു വരിക എന്നാണ് എനിക്ക് പ്രിയ സഹോദരിമാരോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ആൻറ്റി, നമുക്ക് സമയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാറുണ്ട്. നമുക്കൊന്നും സമയം തികയുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. സമയം നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം കുടുംബവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ ശുശ്രൂഷയും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഈ രണ്ട് മേഖലയിലും എങ്ങനെയാണ് സമയ സന്തുലനം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? സമയം വളരെയധികം നമുക്ക് കുടുംബജീവിതത്തിലാണെങ്കിലും ആവശ്യമാണ്, നമ്മുടെ ശുശ്രൂഷ മണ്ഡലത്തിലാണെങ്കിലും ആവശ്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. വളരെ സ്പെസിഫിക് ആയിട്ട് നാം നമ്മുടെ സമയങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലയിടത്താണെന്ന് പറഞ്ഞല്ലോ, എന്നാലും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5:30, ഇവിടുത്തെ സമയം 5:30, എല്ലാവരെയും കണക്ട് ചെയ്യും. എല്ലാവരും വീഡിയോ കോളിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരും സാക്രിഫൈസ് ചെയ്ത് കയറുന്നത്. ഒരാൾ വെളുപ്പിനെ 6:30 കയറുന്നത്, ഒരാൾ വൈകിട്ട് 10 വരെ ഉറക്കളച്ചിട്ടാണ് കയറുന്നത്, ഒരാൾ ഉച്ച സമയത്താണ് കയറുന്നത്. പിന്നെ ഒരു മോൻ നാട്ടിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഒരുമിച്ച് കയറി. അതായത് സമയം നമ്മൾ തീരുമാനിച്ച് വെച്ച് നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കണം. ആ കലണ്ടർ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ ഞാൻ സ്പീഡിൽ എന്തോ ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്ത് ബാജാൻ ചോദിച്ചു, 31-ാം തീയതി ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ബാജാ 31-ാം തീയതി വൈകിട്ട് ഫ്രീ അല്ല ഞാൻ, എന്നാൽ അവർക്ക് രാവിലെ ആക്കി കൊടുക്കാം, ഒരു ഹൗസ് വാമിങ്ങാ. അപ്പൊ അവർ പറഞ്ഞു, ബാജായ രാവിലെയോ വൈകിട്ടോ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു. ഞാൻ വേഗം എൻ്റെ കലണ്ടറിൽ നോക്കി, നമ്മൾ എഴുതിയിടണം. അപ്പൊ അവർക്ക് നമ്മുടേത് കാണാം, നമുക്ക് അവിടേത് കാണാം. അങ്ങനെ സമയം നമ്മൾ വളരെ വില കൊടുത്ത് സമയം വിലപിടിപ്പുള്ളതാണെന്ന് മനസ്സിലാക്കി നാം ചെയ്തെങ്കിൽ മാത്രമേ സമയം നമുക്ക് ആവശ്യത്തിന് കിട്ടത്തുള്ളൂ. ദൈവത്തിന്റെ വലിയ കൃപയാല് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നൈജീരിയയിൽ അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു, 3 വർഷമേ പഠിപ്പിച്ചുള്ളൂ. അത് കാരണം നമുക്ക് അവിടെ ഹൗസ് ബോയ്സ് ജോലി ചെയ്യാനായിട്ടും ഗാർഡനറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ നാട്ടിൽ വരുമ്പോൾ എനിക്കൊരു സെർവന്റ് പ്രോബ്ലം ഉണ്ടാകരുതേ എന്ന്.
ദൈവത്തിന്റെ വലിയ കൃപയാല് ഹല്ലേലൂയ ഇപ്പൊ നിൽക്കുന്ന സ്ത്രീ 23 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതാ. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ കൂടെയും നമുക്ക് ഭവനത്തിലെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഒരുമാതിരി സ്പീഡിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും ചിലപ്പോൾ ഞാൻ തമാശ പറയും, കർത്താവ് ഒരു 2 കൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഹല്ലേലൂയ. അപ്പം നമുക്ക് തികയത്തില്ല. പക്ഷെ സഹോദരിമാരെ, നാം അതെല്ലാം പ്ലാൻ ചെയ്ത് നാളെ ഇപ്പൊ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത്, നാളെ ഇപ്പോൾ ഒരു ശുശ്രൂഷകർക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഭർത്താവിൻ്റെ കൂടെ നമുക്ക് എവിടെയും പോകണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് പോകണം, നമുക്ക് എടുക്കേണ്ട വേഷം എടുത്ത് മാറ്റി വെച്ചു, തേക്കേണ്ടതാണെങ്കിൽ തേച്ച് വെച്ചു, നാളെ എന്താണ് കറി ഉണ്ടാക്കുന്നതെന്ന് മാറ്റി വെച്ചു. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ പോക്ക് നടക്കത്തില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വലിയ ചർച്ച ആയതുകൊണ്ട് എപ്പോഴും ഓരോ ആവശ്യങ്ങൾ കാണും. ഞാനിപ്പം ബാബുച്ചാനോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ബാബുച്ചാനെ വളരെ പഞ്ച്വലായിട്ടുള്ള, ഞാൻ പറയും ഏത് കല്യാണത്തിന് ചെന്നാലും ആ ഹോളിൽ കാണുന്നത് പാട്ടുകാർ മാത്രം കാണും. അവരവരുടെ എല്ലാം കൂടെ ഫിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും, അല്ലാതെ ആരും കാണത്തില്ല. അവിടെ കേറ്റേഴ്സ് പോലും പുറത്തെവിടെയും ഒക്കെ ആയിരിക്കും, അകത്ത് ആരും കാണത്തില്ല, അകത്ത് പാട്ടുകാർ മാത്രം കാണും. അതുപോലെ പഞ്ചറായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ബാച്ചാ ഞാൻ എപ്പോൾ ഇറങ്ങണം? 5:15 എന്ന് പറഞ്ഞാൽ 5:15, 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി, രാവിലെ 9:30 എന്ന് പറഞ്ഞാൽ 9:30. ആ പറയുന്ന സമയത്ത് അങ്ങ് ഇറങ്ങും. അങ്ങനെ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് ചെയ്തെങ്കിൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളോട് ചെയ്തു പോകത്തുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഒരു ബലിക്കുന്ന പാത്രമല്ലേ, നമ്മളും അതങ്ങനെ അങ്ങ് വെക്കും. അപ്പം നമ്മുടെ ബലിക്കുന്നതയൊക്കെ മനസ്സിലാക്കി കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവനെയും ഒക്കെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാനും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുവാനും നമുക്കൊരു കൈത്താങ്ങൾ തരാനുമായിട്ടൊക്കെ ഉപയോഗിക്കും. തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്യും. കർത്താവ് നമ്മളെ ആരെയും വിട്ട് കളയത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാർ കുടുംബജീവിതത്തിലും ശുശ്രൂഷയിലും ഒക്കെ സമയ പാലനം അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയും എന്നല്ലേ ആന്റി പറഞ്ഞത്? അതെ. സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. നമ്മളെ സമയം പ്രാർത്ഥനയ്ക്കുള്ളത് ഒന്നും മാറ്റി വെക്കരുത്. അതെ, സമയം ഷെഡ്യൂൾ വേറെ ഒന്നിനും മാറ്റി വെക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് വൈകിട്ടേ തീരുമാനിക്കുക. എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ടേ തീരുമാനിച്ച് ആ കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്താൽ വിജയകരമായിട്ടുള്ള ഒരു ശുശ്രൂഷയും അതോടൊപ്പം കുടുംബ ജീവിതവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ആന്റിയുടെ കേൾക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ ഒരു കാര്യം കൂടി മുന്നേ എനിക്ക് പറഞ്ഞോട്ടെ. അപ്പം നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പുറത്തു പോയി മിനിസ്ട്രി എന്നല്ല, നമ്മുടെ ഭവനത്തിനകത്ത് നമുക്കൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ എങ്ങനെ വാക്യം പഠിപ്പിക്കുമെന്ന്. ആ വാക്യം പഠിപ്പിക്കാൻ എന്നെ പ്രേരിതമാക്കിയത് തന്നെ ഞാൻ പറഞ്ഞത് അന്ന് മുതൽ ഒരു പൊട്ടിയെ പോലെ. അത് ഞാൻ ഓർക്കുന്നത് അണ്ടർസ്റ്റാൻഡുള്ള പണിയാണോ, വാക്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. പക്ഷെ ദൈവമക്കളെ, അത് നമ്മുടെ ബുദ്ധിയിൽ പഠിച്ച് നമ്മൾ ബുദ്ധിയിലൊന്ന് വിചാരിച്ചാലും അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി തക്ക സമയത്ത് നമ്മളോട് സാധാരണ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇവരെ ഒക്കെ പ്രാർത്ഥിച്ചോളാം, അത്രയും കൊണ്ട് നിൽക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു വചനം ഉണ്ടെങ്കിൽ ആ വചനം അവർക്ക് കൊടുത്താൽ അത് അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. അവർക്ക് ദിവസം 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഈ ദൈവത്തിന്റെ ചട്ടത്തെയും പ്രമാണത്തെയും നീ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അതാണ് ടീച്ച് ആൻഡ് ടോക്ക് പ്രിൻസിപ്പിൾ. ഉപദേശം മാത്രമല്ല, അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. വഴിയിൽ നടക്കുമ്പോഴും ഒക്കെ നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം ടീച്ച് ആൻഡ് ടോക്ക് പ്രിൻസിപ്പിൾ. അടുത്ത പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? റൈറ്റ് ആൻഡ് ബൈൻഡ് പ്രിൻസിപ്പിൾ. റൈറ്റ് ചെയ്യണം. അതായത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിന്റെ കൈമേൽ അതിനെ ചട്ടമായി, നിന്റെ നെച്ചിമേൽ അതിനെ പട്ടമായി, ഹല്ലേലൂയ. പിന്നെ എവിടെ കെട്ടുക, ബൈൻഡ് ചെയ്യുക. അതിനുശേഷം പറയുന്നുണ്ട്, കട്ടിളക്കാലിന്മേലും പടിവാതിന്മേലും അത് എഴുതി വെക്കണം. ഹല്ലേലൂയ. അപ്പം ടീച്ച് ആൻഡ് ബൈൻഡ് പ്രിൻസിപ്പിൾ. അപ്പം വീട്ടിലായിരിക്കുമ്പോഴും നമ്മളതിന് സമയം കണ്ടെടുത്ത് നമ്മൾ കറിക്കരിയുമ്പോഴും കുട്ടികളോട് പറയാൻ മേലേ, മോനെ ഇന്നലെ പഠിച്ച വാക്യമേതാ, നാളെ സൺഡേ സ്കൂളിൽ എന്താ വാക്യം പറയുന്നത്. ഞങ്ങളൊക്കെ മർത്തോമായിലായിരുന്നു, പക്ഷെ ശനിയാഴ്ചത്തെ ദിവസം പഠിക്കരുതെന്നാ. അപ്പോൾ അത് അവസാനം എംപസി വരെയും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് ശനിയാകുന്ന സന്തോഷമായിരുന്നു, ഞാൻ പഠിക്കുന്നുണ്ട് എന്നോർത്ത്. നമുക്കൊരു മനസ്സാക്ഷിക്കൊരു കുത്തില്ലാതെ ഇത് സമയം വേസ്റ്റായി പോകുന്നത് ഓർക്കാതെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ സമയത്തിന്റെ ഒരു പരിധിക്കകത്ത് നമുക്കൊന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുള്ളൂ. അല്ലെ സമയം നമ്മളെ ഓർത്തിരിക്കും. അതെ, സമയമാണ് നമ്മുടെ മിനിസ്ട്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമയം, പ്രത്യേകിച്ച് സഹോദരിമാർ, സമയം ഒരുപക്ഷെ ആരംഭത്തിൽ നിങ്ങൾക്കതിന് സാധ്യമല്ലായിരിക്കും. പക്ഷേ സമയം എഴുതി വെക്കുക. കിച്ചണിൽ പ്രത്യേകിച്ച് ചില സഹോദരിമാർ, പാസ്റ്റർമാരുടെ ഭാര്യമാർ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിച്ചണിൽ നിൽക്കുന്നത് കാണാം.
പ്രത്യേകിച്ച് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നിൽക്കരുതെന്നാണ്. അങ്ങനെ നിന്നാൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. കിച്ചണിൽ നമുക്ക് 1-2 മണിക്കൂറിനേക്കാൾ കൂടുതൽ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കരുത്. ആമേൻ. അതിനുശേഷം മറ്റ് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്യുക. പ്രൈസ് ഗോഡ്. എൻ്റെ മറ്റൊരു സംശയം ഞാൻ ഒന്ന് ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരുമേ, കർത്താവിൻ്റെ ദാസനും ആൻറ്റിയും രണ്ടുപേരും തിരക്കിട്ട ശുശ്രൂഷയിലും ആണ്. മാത്രമല്ല ചില ജോലി സമയങ്ങളിലും കഴിഞ്ഞ നാളുകളൊക്കെ നന്നായിട്ട് ജോലി ചെയ്തവരാണല്ലോ. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ, വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സമയങ്ങളിലൊക്കെ ആയാലും ശരി, കുഞ്ഞുങ്ങളുടെ കഴിവുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുവാനിടയായിത്തീരുന്നത്? ഈ കഴിവുകൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അത് പ്രവർത്തന മേഖലയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഈ വിഷയത്തെക്കുറിച്ച് ആൻറ്റി പറയാമല്ലോ. ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു അമ്മയ്ക്കാണ്. ഇപ്പൊ ആണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അവരുടെ സൗണ്ട് മാറിയെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നമ്മളോട് യാത്ര ചെയ്യുകയും കാറിൽ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ അവരുടെ താലന്തുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ താലന്തുകൾക്കൊക്കെ പ്രൈസ് ഗോഡ് കർത്താവ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാപാരം ചെയ്യണം. അത് വ്യാപാരം ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകില് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ഇതിലേക്ക് പിള്ളേരെ നടത്താൻ വേണ്ടി ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ ഞാൻ അതോർക്കും. ചിലതൊക്കെ എത്ര വലിയതായിരുന്നത്. ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഒരിക്കലും കുഞ്ഞുങ്ങളെ മുറി പൂട്ടിയിട്ടിരിക്കാൻ അനുവദിക്കരുത്. പ്രൈസ് ഗോഡ്. അതൊക്കെ ഞങ്ങൾ അതുപോലെ അനുസരിച്ചു. അതൊക്കെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് വലുതായിട്ട് പോലും അവർക്ക് മുറി കൂട്ടണമെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ ഓരോരുത്തർ വരുമ്പോൾ അവരുടെയൊക്കെ വിഷമം മുറി കൂട്ടിയിട്ടാൽ ഇറങ്ങി വരത്തില്ല, എന്താ അതിനകത്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പ്രൈസ് ഗോഡ്. അവർക്ക് താരങ്ങളുണ്ട്, കഴിവുകളുണ്ട്. പക്ഷെ അതെല്ലാം അവർ ഏത് ഡയറക്ഷനിലാണ് യൂസ് ചെയ്യുന്നെന്നുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആ ഇന്റർനെറ്റിന്റെ ആ അതിപ്രസരം, ഇതിനെല്ലാം നമ്മുടെ ഒരു മുറുങ്ങിയ പ്രാർത്ഥന ആവശ്യമാണ്. കർത്താവ് അവരുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അവരെ നമ്മൾ ഒരു വശത്ത് നിന്നോട് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുക. ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് വേറെ വഴിക്കൊന്ന് പോകും. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരറിയാതെ ആണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും അവരുടെ പോക്കറ്റൊക്കെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ പൈസ വീട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി കണക്ക് ചോദിക്കണം. അതുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. നല്ല പിള്ളേരാ, സത്യസന്ധരായ പിള്ളേർ, എന്നാലും നമ്മൾ ചോദിക്കണം. അതുപോലെ അവരുടെ ബാഗൊക്കെ പരിശോധിക്കണം. അവരുടെ ബുക്കിനകമൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ നോക്കണം. കാരണം അങ്ങനെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവിനെ ഈ ലോകത്തിലുള്ള ഒരു ശക്തിയും മൂടിക്കളയാതെ വണ്ണം നാം അതിനെ പുറത്തു കൊണ്ടുവരണം. നാം പുറത്തു കൊണ്ടുവരാനായിട്ട് ബാധ്യസ്ഥ. കാരണം അപ്പന്മാരെ കഴിഞ്ഞും കൂടുതൽ അവരോട് കൂടെ ഇടപഴകുന്നത് അമ്മമാരാണ്. അപ്പം അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതിനുള്ള പ്രോത്സാഹനം ഏതെല്ലാം വിധത്തിൽ കൊടുക്കാമോ അതെല്ലാം ആ വിധത്തിൽ നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൂത് കിട്ടും. ഞാൻ പറയാം, ഞാൻ ഇവിടെ എല്ലാം എൻ്റെ മേശയിൽ തന്നെയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന, നമ്മൾ ചില ഉപവാസ പ്രാർത്ഥനയിൽ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചർച്ചിലാരെങ്കിലും ഗസ്റ്റ് പാസ്റ്റേഴ്സ് വരുമ്പോഴായിരിക്കും, അപ്പോഴൊക്കെ നമുക്ക് ദൂതുകൾ കിട്ടും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഈ പുസ്തകം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഇവിടെ ഇതുണ്ട്, മൂത്ത മോളുടെ ദൂതുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ പിള്ളേരുടെ വിളിച്ചത് മമ്മി ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ, ആ ഡേച്ചി പറഞ്ഞത്, കഴിഞ്ഞ മുമ്പത്തെ വർഷം പറഞ്ഞത്. ഇത് രണ്ടാമത്തെ മോളുടെ ശ്രുതി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കും നിങ്ങളെ കാണിച്ചൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇത് മൂന്നാമത്തെ മോന്റെ ആയി കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനാണ് 4ാമത്തേത് യാക്കോബിൻ്റെതാണിത്. പിന്നെ ഇത് എൻ്റെ ബാബിച്ചായൻ്റെയും കൂടെ ഉള്ള ദൂതുകളാണ്. അല്ലേലിയ. സഭയിൽ വരുമ്പോഴും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു പാസ്റ്ററോട് ബായ് പറയാൻ പോയതാ. പാസ്റ്റർ ഒട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പക്ഷേ ആ പേജുകളൊക്കെ തീർന്നിട്ട് ഈ ഡയറി അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം എൻ്റെ കൂടെയുണ്ട്. ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നു, ഇപ്പോൾ ഷിപ്പായിട്ട് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരുന്നുകൾ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതില് യോഹാൻ കുഞ്ഞായിരുന്നപ്പോഴേ ഹല്ലേലൂയ യോഹാനൊക്കെ കൊടുത്തൊരു ദൂതായിരുന്നു, നിനക്ക് ദാവീദിന്റെ വീടിയും കിന്നരവും നിന്നെ ഏൽപ്പിക്കും. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്, അത് സത്യമാണ്. ഇന്ന് എൻ്റെ മോനെ ഹല്ലേലൂയ
ഇന്റർ ഡിനോമിനേഷൻ IRC ചർച്ച്, ഇന്റർ ഡിനോമിനേഷണൽ റിവൈവൽ ചർച്ച് ടൊറന്റോയില്, അവിടെ എൻ്റെ മോനെ പ്രൈസ് ഗോഡ് അവിടുത്തെ വർഷിപ്പ് ലീഡറാണ്. ഇപ്പൊ അവിടെ നാഷണൽ കോൺഫറൻസ് വരുന്നുണ്ട് AGയുടെ. ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ഞാൻ പറയുക കേട്ടോ, വളരെ താഴ്മയോടെ ഞാൻ ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പറയുക. ആ നാഷണൽ കോൺഫറൻസിന്റെ ഇംഗ്ലീഷിന്റെ വർഷിപ്പ് കോർഡിനേറ്റർ. ദൈവം ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ അവരുടെ താലന്തുകൾ ദൈവം നമ്മളോട് എന്താ അരുളി ചെയ്തിട്ടുണ്ടോ അത് നാം പ്രൈസ് ഗോഡ് വിശ്വസ്തയോടെ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയമുറുക്കത്തോടെ പ്രാർത്ഥിച്ചാല് ഞാൻ പറയും എല്ലാ വെള്ളവും താഴോട്ടേ ഒഴുകത്തുള്ളൂ, എന്നാൽ മുകളിലോട്ട് ഒഴുകുന്നൊരു വെള്ളമുണ്ട്. ആ വെള്ളം ആ കണ്ണുനീര്. പ്രൈസ് ഗോഡ്. ആ ദൂതുകൾ ഓർത്തോർത്ത് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം ആ ദൂതുകൾ ഓരോന്ന് നിവർത്തിച്ചു തരും. ശ്രുതിയും രണ്ടാമത്തെ മോളും ഈ നടുക്ക് മൂന്നാമത്തെ മോനും അവർ രണ്ടുപേരും പാട്ട് എഴുതും, പാട്ട് പാടും, തന്നെത്താൻ ട്യൂൺ ചെയ്യും. ആ ഒരു ഏരിയയിൽ പോയി മൂത്ത മോള് യുഗലായിരിക്കുന്ന മോള് ഹല്ലേലൂയ അവളും ദൈവവചനം ഹല്ലേലൂയ ഷെയർ ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യും. മൂന്നാമത്തെ മകന് അപ്പന്റെ ശുശ്രൂഷ കർത്താവ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതും കർത്താവ് നിവർത്തിച്ചെടുക്കും. ഹല്ലേലൂയ. അവനൊരു ഡോക്ടറായിട്ടിരിക്കുക. ഹല്ലേലൂയ. ഒന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും, കാഴ്ച കാണുന്നില്ലെങ്കിലും, മഴ കാണുന്നില്ലെങ്കിലും, പ്രാർത്ഥനയുടെ കുഴി, ഉപവാസത്തിന്റെ കുഴി, വാഗ്ദത്തങ്ങൾ വീണ്ടും ഉരുവിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് എത്തിക്കുവാൻ കഴിയും. സ്വർഗം അതിന് പ്രൈസ് ഗോഡ് സ്വർഗം അതിന് നമ്മളെ ഒക്കെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഏതുമില്ല ഒന്നുമില്ല അവന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം കർത്താവിന്റെ അടുത്ത്. പ്രൈസ് ഗോഡ്. അവരുടെ താലന്തുകള് കർത്താവിന് വേണ്ടി ദൈവമേ ഉപയോഗിക്കാനിടയാണെന്ന് പറഞ്ഞാല് നമ്മുടെ കർത്താവ് കൈവിടത്തില്ല, ഉപയോഗിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. നാം കേട്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. താലന്തുകളില്ലാത്ത ഒരു കുഞ്ഞു പോലും ഇല്ല. അങ്ങനെയെങ്കിൽ ഒരു മാതാവിനാണ് താലന്ത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ കഴിയുന്നത്. അതോടുകൂടെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നാം കേട്ടല്ലോ. എല്ലാ വെള്ളങ്ങളും താഴോട്ടൊഴുകുമ്പോൾ അവൻ ഉയരത്തിലേക്ക് പോകുന്ന ആ കണ്ണുനീര് പ്രൈസ് ഗോഡ് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കഴിവുകൾ കണ്ടുപിടിക്കുക, അതിൽ അവരെ വളർത്തുവാൻ കഴിയുന്നത് ഒരു മാതാവിനാണ് എന്നുള്ളത് മാതാക്കളായി നാം മറന്നു പോകരുത്. അതുപോലെ ആൻറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ ആൻറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. നമ്മുടെ PG വർഗീസ് അങ്കിൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, രണ്ട് കണ്ണും അടച്ച് കുഞ്ഞുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, ഒരു കണ്ണ് തുറന്നിരിക്കണം. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ആ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാനും പറയുകയാണ്, കുഞ്ഞുങ്ങളെ വിശ്വസിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ലോകത്തിൻ്റെ അന്ധകാരം ഒന്നും മൂടിപ്പോകാതിരിക്കേണ്ടതിന് ശ്രദ്ധയോടെ ആമേൻ കൈകാര്യം ചെയ്യേണ്ടത് വളരെ നല്ല കാര്യമാണ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊക്കെ മക്കളെ ദൈവം തന്നിരിക്കുമ്പോൾ അതേ സമയത്ത് അവർ വിവാഹപ്രായമായി കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നാം പ്രാർത്ഥിക്കണം. കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ നാം അത് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടതാണ്. മാത്രമല്ല ഒരു മക്കൾക്ക് പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മുൻഗണനകൾ ആൻറ്റിയുടെ 4 കുഞ്ഞുങ്ങൾക്ക് വിവാഹിതരാണ്. അവർ 4 കുഞ്ഞുങ്ങളും എങ്ങനെയായിരുന്നു അതിൻ്റെ മുൻഗണനകൾ ഏത് വിഷയത്തിലാണ് നൽകിയത്? നമ്മളെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് നൽകുവാനുള്ള ഉപദേശം എന്താണ്? അതുകൊണ്ടൊന്ന് പറയാമോ? പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്. 4 മക്കളെ ദൈവം തന്നു. കൊച്ചു പിള്ളേരായിരുന്ന സമയത്ത് തന്നെ, ആൺപിള്ളേർ കൊച്ചു പിള്ളേരായിരുന്ന സമയത്ത് തന്നെ കട ഞങ്ങൾ വിട്ടു. ചോദിക്കാത്ത പറയാത്ത ഒരു ഏരിയ ഞങ്ങളുടെ ചുറ്റത്തിലുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ മാർജിനിൽ കൂടെ പോയ 4 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ കട വിട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങളെ ആര് കെട്ടും, എങ്ങനെ കെട്ടും എന്നൊക്കെയുള്ള ചിന്തയും ചോദ്യവും ഒക്കെ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി. എന്നാൽ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് വിഷമിച്ച് ഞങ്ങൾ വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ ഒരു ദേവദാസ് ഞങ്ങളോട് പറഞ്ഞു, ഒരു പ്രാർത്ഥനാ മുറി നിങ്ങൾക്ക് വേണം. അങ്ങനത്തെ ഒരു മുറി ഇല്ലായിരുന്നു, ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനും ഇല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ മുറി പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഭാഷത്തിന്റെ മുകളിൽ ഒരു പ്രാർത്ഥനാ മുറി ഞങ്ങൾക്കുണ്ട്. വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഓടിയ മുറിക്ക് അതൊന്നുമില്ലോട്ട് കാർപ്പിച്ചാണ് അവിടെ കന്നു കിടന്ന് പ്രാർത്ഥിക്കും. ആ മുറിയുടെ ഭിത്തിക്കറിയാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചോദിച്ചാൽ ഒത്തിരി കഥകൾ പറയും. അപ്പോൾ അന്ന് ബാബിച്ചാൻ ഇതുപോലെ തിരിച്ചു വന്ന് ഹല്ലേലൂയ ആ മുറിയിലേക്ക് കയറി പ്രാർത്ഥിച്ചപ്പോൾ ദേവനാവ് ബാബിച്ചാനോട് പറഞ്ഞു, നിന്റെ മക്കൾക്ക് ആരെ നീ തേടിപ്പോണ്ട, ഞാൻ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും.
നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്, ദേശത്ത് പാർത്ത വിശ്വസ്തതയെ ആചരിക്കാം. മൂത്ത മകൾക്ക് ഹല്ലേലൂയ, അവൾക്ക് 20 വയസ്സായ സമയത്ത്, ദീപം തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അവൾക്ക് വിവാഹം വന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവൾ കോഴ്സിന് പോകുന്നതിന് മുമ്പ് നമ്മള് പെട്ടിയും ബെഡും എല്ലാം കാണാത്ത കയറ്റി വെച്ചിട്ട് കുഞ്ഞിവിടെ വന്ന് കാർപ്പറ്റിൽ മുട്ടുകുത്തി എന്റെ പ്രിയപ്പെട്ടവൻ തന്നെ അവളുടെ അപ്പം തന്നെ തലയെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് കൈ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അവളെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ഇതിന്റെ കല്യാണം നടക്കുന്നത്. ഡിഗ്രി പാസ്സായ പെൺകൊച്ചല്ലേ, അല്ലെങ്കിൽ 10-12 വയസ്സല്ലേ ഉള്ളൂ. ഓ പപ്പാന്ന് പറഞ്ഞ് കുണി അവൾ അങ്ങ് പോയി. അതിനുശേഷം ഞങ്ങളുടെ ദേവദാസിനിക്കൂടെയും അതേ രീതി വന്നു. ഞാൻ പറയട്ടെ, 20 വയസ്സിൽ അവളെ കല്യാണം കഴിച്ച് ദൈവം തന്നു. അപ്പൊ എന്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് ഏത് വിഷയം വന്നാലും അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നൊരു വചനം കിട്ടാതെ ഞാൻ അടങ്ങത്തില്ല. ആരെല്ലാം എന്തെല്ലാം ദൂരം നേരിട്ട് എന്റെ ചെവിയിൽ പറഞ്ഞാലും ഞാൻ പറയും, കർത്താവേ എന്നോട് പറ. അങ്ങനെ വചനം വായിച്ച് അതിനകത്തുനിന്നൊരു വാക്യം എനിക്ക് കിട്ടിയെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ആ വചനമാണ്. നിങ്ങൾക്ക് അറിയാമോന്ന് അറിയത്തില്ല, മൈൽസ് മൺറോ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് പ്രീച്ചർ ഉണ്ടായിരുന്നു. ഒത്തിരി ബുക്സ് ഉണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അവർ 6 പേര് അദ്ദേഹം ഹെലികോപ്റ്ററിൽ അവരൊരു ബീച്ചിൽ പോയ സമയത്ത് പ്ലെയിൻ ക്രാഷിൽ ഇന്ന് അദ്ദേഹം മിഥുനയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ you just tell back God what he has already told you. ദൈവം നിന്നോട് എന്തോ പറഞ്ഞിട്ടുണ്ടോ അത് നീ തിരിച്ച് ദൈവത്തോട് പറ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ ഒടിയറായി പിന്നെ നീ പറഞ്ഞില്ലേ അവർക്ക് നീ തക്ക തുണയെ തരുമെന്ന്. അതാണല്ലോ എന്നോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ കർത്താവ് എനിക്കൊരു വാക്യം തന്നു. ഏതാണെന്നറിയാമോ? ഞാൻ ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും എന്റെ നാമത്തിൽ വിളിച്ചും നിർമ്മിച്ചും സൃഷ്ടിക്കപ്പെട്ടും നിർമ്മിച്ചും വിളിച്ചും ഇരിക്കുന്നു. ഈ 3 കാര്യം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. അവളുടെ പെണ്ണ് കാണലും അവളുടെ ഹല്ലേലൂയ എൻഗേജ്മെന്റും കല്യാണവും ഞാൻ നടത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നടത്തി തന്നു. കർത്താവിനോട് ചോദിച്ചാൽ മതി, കർത്താവിനോട് പറഞ്ഞാൽ മതി, നമ്മുടെ ഇഷ്ടം പറഞ്ഞാൽ മതി. പ്രൈസ് ഗോഡ്. എഴുതിയിട്ട് നമ്മുടെ ഇഷ്ടം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മതി, കർത്താവ് ചെയ്തു തരും. കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നല്ലൊരു സ്നേഹമുള്ള ഒരു കുടുംബവും ഒരു അമ്മയും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഉണ്ടല്ലോ 3 പേര് താഴെ. ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ, ആന്റിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ആന്റിയുടെ സ്തോത്രമാണ് ഞാൻ കൂടുതലും കേൾക്കുന്നത്. അല്ലേ, ഇതുപോലെ നമുക്ക് സന്തോഷമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മാതാപിയെ ഏൽപ്പിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മോന് പിതാവില്ല, ശ്രമിക്കുന്നു, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, നല്ല ദൈവഭയമുള്ള ഒരു കുടുംബവും ഒരു മകനെ. മറ്റേത് ഞാൻ, കർത്താവേ, എനിക്ക് പുത്രനെ തരണം, എനിക്ക് മകനെ തരണം, നീ ദൂരത്തുനിന്ന് വിളിച്ച് തരുമെന്ന് പറഞ്ഞു, നീ തരണം, ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, നല്ല ദൈവഭയമുള്ള സ്നേഹമുള്ള ഒരു കുടുംബവും, ഹല്ലേലൂയ, അങ്ങനെയുള്ള ഒരു പൈതന്റെ, ഒരു മോനെയാണെങ്കിൽ മോനെ, മോളെ ആണെങ്കിൽ മോളെ എന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിച്ചാലും തീർച്ചയായിട്ടും കർത്താവ് തരികയും ചെയ്യും. പിന്നെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. കർത്താവ് സൃഷ്ടിക്കത്തില്ലാത്തതിനെ അങ്ങ് സൃഷ്ടിച്ചോളും കേട്ടോ. അല്ലെങ്കിൽ ഇല്ലാത്തതിന് വേണ്ടതിന് എന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടിയാലാ പറ്റുന്നത്. ഒന്നും കയ്യിലെങ്കിലും കർത്താവ് വേണ്ടതിനെയൊക്കെ ഒരുക്കി സ്വരുക്കൂട്ടി ഉണ്ടാക്കിക്കൊള്ളും കേട്ടോ. ഇല്ലെങ്കിൽ അവൻ നല്ലൊരു നിർമ്മിച്ചോളും. നല്ലൊരു ഒരു ഫാക്ടറിയിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത് പോലെ ആ വിവാഹത്തിന് വേണ്ട സകല സന്നാഹങ്ങളും ഹല്ലേലൂയ കുഞ്ഞേനിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കർത്താവ് ചെയ്തു തരുമെന്നുള്ളത് എന്റെ പേഴ്സണൽ അനുഭവമാണ്. അതുകൊണ്ട് എനിക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ വന്ന 4 കുഞ്ഞുങ്ങളെ അങ്ങോട്ട് സ്തോത്രം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ 14 പേരെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. അതായത് വന്ന മക്കളും കൂടെ കൂട്ടി എന്റെ കൊച്ചുമക്കളെയും കൂടെ കൂട്ടി 14 പേരുണ്ട്. ഞാൻ കർത്താവിനോട് ഓരോരുത്തരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഹല്ലേലൂയ, അവരുടെ 14 നാവും, അവരുടെ 14 മൂക്കും, അവരുടെ 28 കണ്ണും, അവരുടെ 28 കൈയും, അവരുടെ 28 കാലും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുക. അവരെ ശക്തരായ ദൈവവേലക്കാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമാരെ വിശ്രമ പുരുഷന്മാരാക്കും. ദൈവം അവരെ അത്ഭുതലക്ഷണ
പുരുഷന്മാരാക്കും. ദൈവം അവരെ മാതൃകാ പുത്രകളാക്കും. ദൈവം അവരെ ഉത്കൃഷ്ട മാനസരാക്കും. ദൈവം അവരെ വ്രതസ്ഥരാക്കും. ദൈവം അവരെ മുക്തന്മാരാക്കും. ദൈവം അവരെ നാസറാക്കി മാറ്റും. ദൈവം അവരെ ആശ്വാസപ്രദരാക്കി മാറ്റും. ഹല്ലേലൂയ. എന്തൊക്കെ ഹല്ലേലൂയ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ജേർണലിംഗ് ഇഷ്ടമായി, എഴുത്ത് ഇഷ്ടമാണ് എപ്പോഴും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ സംസാരിച്ചു പറയായിരുന്നു, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ 12 പഠിച്ചുകൊണ്ട് നടത്തിട്ട് അവരുടെ കുമാർക്ക് കുഞ്ഞുങ്ങളായി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ 2 എണ്ണം വെച്ച് ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കും. ദൈവം എനിക്ക് തീർന്നത് എല്ലാം എഴുതി വെക്കും, വേണ്ടതൊക്കെ ബുക്കിലേക്ക് പകർത്തും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും ഹല്ലേലൂയ. നടക്കാത്ത വിവാഹങ്ങൾ ഹല്ലേലൂയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്. ദാസി ബിൻസി സിസ്റ്റർ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒരുക്കിയത് ചിലരുടെ ജീവിതത്തിൽ വലിയ വിടുതലിലേക്ക് സർവ്വത്തിലെ ദൈവം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുക. പ്രൈസ് ഗോഡ്. ഡിസംബർ ഹല്ലേലൂയ 2025 വിവാഹങ്ങൾ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഭവം. ആമേൻ. ആന്റിയുടെ അനുഭവം കേട്ടല്ലോ പ്രിയ ദൈവമക്കളെ. ആരെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നന്ന ഒരു പ്രചോദനാത്മകമായ സന്ദേശം കൂടെയാണ്. അന്നി പറഞ്ഞല്ലോ, ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പറയുക. ആമേൻ. അതാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി കരുതും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതും. എന്തെങ്കിലുമൊക്കെ ഇല്ല എന്ന് നാം പിറുപിറുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയുള്ളത് ദൈവം കരുതിക്കൊള്ളും. യഹോവ ഈരെ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മാത്രം മുന്നേറുവാൻ, ആമേൻ, തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ മാത്രം പഠിക്കുക. പ്രൈസ് ഗോഡ്. ആൻറ്റി, അടുത്തതായിട്ട് ഒരു ചോദ്യം ചോദിക്കുവാനുള്ളത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ച് നാം എല്ലാവരും അത് സൂക്ഷിച്ചേ മതിയാകുള്ളല്ലോ. പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ വിള്ളൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തിരുവചനം അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നതും. അപ്പോൾ എങ്ങനെ വിള്ളലുകൾ ഉണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാം, അതിനെക്കുറിച്ച് അന്നി പറയാമല്ലോ. ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം രണ്ടുപേരും രണ്ടിടത്തു നിന്ന് വന്നവരാ. അത് സുവിശേഷ വേലക്കാരല്ലെങ്കിലും നമ്മൾ ഈ 18 മണിയും പയർ കണ്ടിട്ടില്ലേ? 18 മണി നമുക്ക് തോന്നും എല്ലാം ഒരുപോലാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെയാണ് സൃഷ്ടിയിലാണെങ്കിൽ 42 ക്രോമസോംസ് ഉണ്ട്. ജനറ്റിക്കായിട്ടുള്ള വ്യത്യാസം നമുക്കുണ്ട്, ക്രോമസോംസ് ജീൻസിന്റെ വ്യത്യാസമുണ്ട്. രണ്ടാമത് വളർന്ന സാഹചര്യങ്ങള്, മൂന്നാമത് അവരൊക്കെ കടന്നുപോയ അനുഭവങ്ങള്, ഇതെല്ലാം നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ കാണും. ഇല്ല, ഒരാൾക്കൊക്കെ കൂടുതൽ ഒരാൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ വിള്ളലുകൾ വരാതെ നാം സൂക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതിനകത്തെ ഒരു കാര്യമുള്ളത്, കൈയോർത്ത് പിടിച്ച് വൈകിട്ട് പ്രാർത്ഥിക്കണം. കണക്കം ഉണ്ടെങ്കിൽ കൈ കൊടുക്കാൻ പറ്റത്തില്ല നീ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൈയോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. അപ്പൊ പിശാച് കാണുവാ. ഇല്ലാതെ പിണങ്ങി ഞാൻ പറയും, ഒരാൾ അങ്ങോട്ടും തിരിഞ്ഞും ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നാൽ അടുത്ത് വന്ന് പിശാച് അങ്ങ് കിടക്കും. പ്രൈസ് ഗോഡ്. അപ്പം വിള്ളൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണം കൈയോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒത്തിരി ആവശ്യമാണ്. പറയുന്നുണ്ടല്ലോ, സൂര്യൻ അസ്തമിക്കോടെ നമ്മൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപത്തില്ലെന്ന് പറയുന്നത് നമ്മൾ ആരും സുഖർക്കുന്നില്ല, പച്ചയായ പ്രൈസ് ഗോഡ്. കോപവും ക്രോധവും സാക്ഷ്യവും ഒക്കെ നമുക്കും വരും. പ്രൈസ് ഗോഡ്. പക്ഷെങ്കില് ക്ഷമിക്കുവാനുള്ള, ഹല്ലേലൂയ, നമുക്കെല്ലാം ഇങ്ങനെ കിട്ടണം എന്നുള്ളതാ. ഹല്ലേലൂയ. എന്നിട്ട് നമ്മളത് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഹല്ലേലൂയ, give and forgive. പ്രൈസ് ഗോഡ്. സ്നേഹം കൊടുത്ത് പ്രൈസ് ഗോഡ്. വലിയ പാടാ കേട്ടോ. എനിക്കിപ്പം പറയാൻ നല്ല എളുപ്പമാ. പിണങ്ങിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു കാര്യത്തില് ഒരു ഇറിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് മനസ്സിലാക്കുന്നത്, ഇവിടെ ഇങ്ങനെ നെറ്റി ഒന്ന് ഫ്രൗൺ ചെയ്യുമ്പോൾ എനിക്കറിയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ അത് നീണ്ടു പോകുന്ന എനിക്കിരിക്കരുത് കേട്ടോ. അത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് അതിന് ഏറ്റവും നല്ലത്. ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഒരിക്കലും ഒരാൾ എന്നോടൊരു ദൂത് പറഞ്ഞു, അഞ്ചി ഒത്തിരി അലച്ചിലല്ലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒരു വലിയ ടാങ്കറാ, സമ്മതിച്ചു, നീ അവിടെ കൊണ്ടുപോയി ഡീസൽ കൊടുക്കുന്നുണ്ട്, ഇവിടെ അല്ലേ പെട്രോൾ, നീ കൊടുക്കേണ്ടതെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ എക്സോസ്റ്റഡ് ആയി പോയാൽ നിനക്ക് സ്വന്തമായി നിനക്കൊരു ചെറിയ ടാങ്കുണ്ട്, അതിനകത്ത് ഡീസൽ ഇല്ലാതെ പോകരുത്, അതിനകത്ത് പെട്രോൾ ഇല്ലാതെ പോകരുത്, കൊടുക്കലങ്ങ് നിൽക്കും.
Praise God. ആ ടാങ്കറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, ഒരു വാഹനത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചതാ കേട്ടോ. Praise God. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ വേറെ എവിടെ നോക്കിയാലും ഒന്നും കാണത്തില്ല കേട്ടോ. എന്നെ പഠിപ്പിച്ചത് ഞാൻ പറയാം. ഒരു വണ്ടിക്ക് ഏറ്റവും ആവശ്യം ഓടണമെങ്കിൽ എന്തുവാ വേണ്ടത്? ഇന്ധനമാ വേണ്ടത്, അല്ലേ? പെട്രോളാ വേണ്ടത്. കുടുംബജീവിതം സുഗമമായിട്ട് ഓടി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വചനം വേണം. വചനം ഓരോന്നും അറിയാമെങ്കിൽ പ്രൈസ് ഗോഡ്, ക്രോധം, ശാഠ്യം, സ്വർണ്ണപക്ഷം ഇതൊന്നും പറ്റത്തില്ലല്ലോ കർത്താവെ, ക്രോധം പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഓരോന്നും നമ്മൾ ചെയ്യുന്നു. നമ്മുടെ തെറ്റും ശരിയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന്, ദൈവവചനം നമ്മുടെ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ നമ്മെ പ്രോംപ്റ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ബോധ്യം തരും. അപ്പോൾ ഹല്ലേലൂയ, ഒന്ന് നമുക്ക് വേണ്ട ഒരു വണ്ടി ടാങ്കറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രൈസ് ഗോഡ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പൊ ആ ടാങ്കറിന് ഇന്ധനം വേണം. അപ്പൊ എന്ത് വേണം? ഹല്ലേലൂയ. പെട്രോൾ ഡീസൽ ഉണ്ടെങ്കിൽ ഓടും. അപ്പൊ നമുക്ക് എന്ത് വേണം? വചനം വേണം. പ്രൈസ് ഗോഡ്. ഈ ഒരു ബൈബിൾ നമുക്ക് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പിടിക്കണമെങ്കിൽ 5 വെള്ളം കൊണ്ടാണ് നമ്മൾ എപ്പോഴും ബൈബിൾ പിടിക്കുന്നത്. ഈ 2 വെള്ളം കൊണ്ട് പിടിക്കും, 3 വെള്ളം കൊണ്ട് പിടിക്കും, ഒന്നുമില്ല. ചെറിയ ബൈബിളാണെങ്കിലും വലിയ ബൈബിളാണെങ്കിലും 5 വെള്ളം കൊണ്ടാണ് നമ്മൾ പിടിക്കുന്നത്. വചനം എന്നാ എടുക്കുന്നവരെ കേൾക്കണം, കേട്ടത് ഗ്രഹിക്കണം, ഗ്രഹിച്ചത് നമ്മൾ അംഗീകരിക്കണം. കേട്ടിട്ടെന്നാ കാര്യം? ഗ്രഹിച്ചെന്നാ കാര്യം? അംഗീകരിക്കണം. അംഗീകരിച്ച് എന്നാ എടുക്കണമെന്ന് അറിയാമോ? സംഗ്രഹിച്ച് വെക്കണം ഇവിടെ കേട്ടോ. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ പെട്രോൾ പ്രയോജനമില്ല കേട്ടോ ടാങ്കിന്. അപ്പൊ വചനം നമ്മൾ സംഗ്രഹിച്ച് വെക്കണം. സംഗ്രഹിച്ച് വെച്ചാൽ മാത്രം പോരാ, അനുസരിക്കണം, വില കൊടുത്ത് അനുസരിക്കണം. അപ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് വചനമാണ്. സ്മിത്ത് വിഗൽസ്വർത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 15 മിനിറ്റ് കുടുംബം 3 അധ്യായം വായിക്കുന്നു, അല്ലെ 3 മിനിറ്റ് വായിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. 15 മിനിറ്റ് കൂടുമ്പോൾ, ഒത്തിരി ഒന്നുമില്ല അല്ലേ, 15 മിനിറ്റ് കൂടുമ്പോൾ താൻ വായിക്കും. കാരണം താന് ദൈവത്തിന്റെ പക്ഷെ തന്നായിരുന്നു. ഹല്ലേലൂയ. ഭാര്യ ഒരു പ്രാവശ്യം മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ തണുപ്പത്ത് ഭാര്യയെ പുറത്തു നിർത്തി. രാവിലെ ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കിന് ഭാര്യയോടെ വീണു. അതിനുശേഷം ഇച്ചിരി കഴിഞ്ഞ് ചെന്നപ്പോൾ ഭാര്യ വിളിച്ച് ചോദിക്കുക, ഹണി വാട്ട് യു വാണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഹല്ലേലൂയ. അതൊക്കെ അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. ആ ഭാര്യയുടെ സംസാരം ഒക്കെ ഞാൻ പറയാൻ വന്നത്, അദ്ദേഹം വചനം വായിക്കുമായിരുന്നു. പണ്ട് മഞ്ഞുകാലത്ത് തന്റെ ആട് ചത്തുപോയപ്പോൾ പ്രൈസ് ഗോഡ് അദ്ദേഹം തന്നെ ഓർത്ത്, എന്തുകൊണ്ടാണ് 3 ചത്തുപോയി? അടുത്തുള്ളവരൊക്കെ ചോദിച്ചു, അയ്യോ നിന്റെ ആട് ചത്തുപോയി, നീ വലിയ പ്രാർത്ഥിക്കുന്ന ആളല്ലേ? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ദൈവം എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞതുപോലെ. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സിലായി, ഭക്ഷണം കഴിക്കുന്നതില് അത് കുടിക്കുന്നതില് വിരക്തി കാണിച്ച ആളുകളായി ചത്തുപോയി 3. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ എന്തോ മനസ്സിലായി? ഒന്നാമത്തെ കാര്യം, ഒരു വണ്ടി ഓടണമെങ്കിൽ നമുക്ക് ഇന്ധനം വേണം. രണ്ടാമത് ബാറ്ററി ചാർജ് ചെയ്ത ബാറ്ററി ആയിരിക്കണം, അല്ലേ? ചാർജ്ഡ് ബാറ്ററി വേണം. അതെന്തിനെ കാണിക്കുന്ന അറിയാം? പ്രാർത്ഥനയെ കാണിക്കുന്നു. പിള്ളേരുണ്ടാകാതിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അത് ഞാൻ കൈവർക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. അത് തന്നെ പ്രാർത്ഥനയെ കാണിക്കണം. പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് പുഷ് ചെയ്യുന്ന അങ്ങനെ ഒരു കാര്യം ഇവിടുന്ന് അങ്ങ് അറ്റം വരെ നമ്മളങ്ങ് പുഷ് ചെയ്യുക. PUSH. Pray until something happens. പിണക്കം തീരുന്നത് വരെ പ്രാർത്ഥിക്കണം. മനസ്സിൽ പ്രാർത്ഥിക്കും. മുഖകുത്തിരുന്നോണ്ട് ഒച്ചത്തിൽ 2 ഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. കർത്താവേ, എന്തുകൊണ്ടാണ് കർത്താവേ ഒരു ഉദ്ദേശം? നമ്മുടെ ഭവനത്തിന്റെ അറ്റ്മോസ്ഫിയർ അങ്ങ് മാറുക. ഭവനത്തിന്റെ അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാകും. നമ്മുടെ പിള്ളേർ വളരെ നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയറിലാണ് പിള്ളേർ വളരുന്നത്. അപ്പൊ രണ്ടാമത് നമുക്ക് ചാർജ്ഡ് ബാറ്ററി വേണം. അത് എന്തുവാ? അത് പ്രാർത്ഥന. മൂന്നാമത് നമുക്ക് എന്ത് വേണം? എഞ്ചിൻ ഓയിൽ വേണം. എഞ്ചിൻ ഓയിൽ ഇല്ലെങ്കിൽ കിരീര ഒച്ചയൊക്കെ കേൾക്കുന്നത്. എഞ്ചിൻ ഓയിൽ എന്താ? ഒരു ലൂബ്രിക്കന്റ്. ഹല്ലേലൂയ. ഈ ലൂബ്രിക്കന്റ് ഇല്ലെങ്കിൽ കിരീര ഒച്ച കേൾക്കും. ആദ്യം കിരീര ഒച്ച കേൾക്കുന്നത് എവിടെ? പ്രൈസ് ഗോഡ്. ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കും. പിന്നീട് അമ്മയുടെ മക്കളും തമ്മിലായിരിക്കും കിരീര കേൾക്കുന്നത്. അപ്പം നമുക്ക് എന്ത് വേണം? എഞ്ചിൻ ഓയിൽ വേണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. നാലാമത് ബ്രേക്ക് ഫ്ലൂയിഡ് വേണം. ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെന്നേ, ഒന്ന് ചവിട്ടി നിർത്തി തമ്മിൽ സംസാരിക്കണം. കാര്യമൊക്കെ കുതിച്ച് അടുക്കളയിലെ ജോലിയും കഴിഞ്ഞ് പിന്നെ വാരി വലിച്ചൊരു സാരിയും കൊടുത്ത് ശുശ്രൂഷയ്ക്ക് മനസ്സില്ല, മനസ്സോടെ ഒരു പോക്ക് പറ്റില്ല സഹോദരിമാരെ, പറ്റില്ല. പ്രൈസ് ഗോഡ്. ബ്രേക്ക് ഫ്ലൂയിഡ് വേണം. ചവിട്ടി ഇരുത്തി കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഹല്ലേലൂയ നമുക്ക് വേണം. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി സംസാരിക്കുന്നത് ഞാനാണ്. ഈസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ്. Praise God. അതുകൊണ്ട് കൂടുതൽ സമയവും ആർക്കും ഒക്കെ സംസാരിക്കുന്ന ഞാനാ. എന്നാലും ഹല്ലേലൂയ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണം. പിന്നെ എന്തോ വേണം? പിന്നെ ടയറിലെ എയർ ചെക്ക് ചെയ്യണം.
റേഡിയേറ്ററിൽ വാട്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മെ തന്നെ സ്വയശോധന ചെയ്യണം. ഞാനല്ലേ ശരിയാകേണ്ടത്, എന്നിലല്ലേ കുറവുള്ളത്, അങ്ങനെയൊക്കെ നോക്കി വിള്ളലുകളൊക്കെ അടച്ചടച്ച് മുന്നോട്ട് പോയാൽ ആ കപ്പൽ മുങ്ങത്തില്ല. ഈ ടൈറ്റാനിക്, വിള്ളൽ എന്നുള്ള വാക്ക് തന്നതുകൊണ്ട് ഞാൻ പറയാം, ടൈറ്റാനിക് നമ്മളെല്ലാം പറയുന്നത് വലിയ മഞ്ഞകെട്ട മുട്ടി അതങ്ങ് താഴ്ന്നു പോയെന്ന്. ശരി തന്നെ, അങ്ങനെ സംഭവിച്ചത്. പക്ഷെ എക്സാക്ട് കാരണം ഞാൻ പറയട്ടെ, ആ കപ്പല്, വലിയ കപ്പല് അല്ലല്ലോ ഉണ്ടാക്കിയിട്ട് സൗത്ത് ആംപ്റ്റണിൽ നിന്നാണ് അത് പോയത്, പ്രൈസ് ഗോഡ്, ന്യൂയോർക്കിലേക്ക്. പക്ഷെ അത് സിങ്ക് ചെയ്ത് പോയി. പൊളന്നു പോയത് മഞ്ഞുകെട്ട് മുട്ടിയപ്പോഴാണ്. പക്ഷെ ഞാൻ പറയട്ടെ, അതിന്റെ അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പാ വില്യം ഗാർസെറ്റ് എന്ന് പറഞ്ഞൊരു നേവൽ ആർക്കിടെക്റ്റിന്റെ കീഴെ ഒരു ടീം ഓഫ് ഡൈവേഴ്സ്, മുങ്ങൽ വിദഗ്ധര്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ച അവശിഷ്ടങ്ങളിൽ കണ്ടുപിടിച്ചപ്പോൾ അവര് കൺക്ലൂഡ് ചെയ്ത ഒറ്റ കാരണം മാത്രമേ ഇതിനുള്ള പറ്റി ഞാൻ പറയാം. അതിന് ഈ വാട്ടർ ടൈപ്പ് ഹോൾസ് ഉണ്ട്, അവിടെ കൊച്ചു സ്ലിറ്റ് ഉണ്ടായിരുന്നു, 5-6 സ്ലിറ്റ് ഉണ്ടായിരുന്നു, ആരും കണ്ടില്ല. പക്ഷെ ഇപ്പൊ മഞ്ഞുകട്ട വന്ന് ഇടിച്ചപ്പോഴത്തേക്ക് ഈ സ്ലിറ്റ് എല്ലാം വലുതായി, മനസ്സിലായോ? അവിടെ ഒരു കൊച്ചു പിള്ളേര് പോലും വരാതെ, ഒരു കൊച്ചു പിണക്കം പോലും വരാതെ, പിണങ്ങി രാത്രി കിടന്നേച്ച് രാത്രി കർത്താവ് വന്നില്ല എന്ത് ചെയ്യും? പിണങ്ങി രാത്രി നമ്മുടെ അവസാനത്തെ ശ്വാസമായിരുന്നു. ഒരു മർമ്മമാണ് പറയുന്നത് ഭാര്യ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, സുവിശേഷകനും ഭാര്യയും തമ്മിലുള്ള ബന്ധം ഹല്ലേലൂയ അധികം നമുക്ക് കൊടുക്കട്ടെ. ഹല്ലേലൂയ, അങ്ങനെയൊക്കെ വിള്ളലുകളെ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നാം ഇവിടെ നിന്ന് കേൾക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് വിള്ളലുണ്ടായി അത് വിള്ളൽ ഉണ്ടാകാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. വിള്ളലുണ്ടാകുന്നു എങ്കിൽ എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ആ വിള്ളലുകൾ പരിശോധിച്ചും അത് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകാനിടയായി തരും. എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഞാനൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആൻറ്റി ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 സാഹചര്യത്തിൽ നിന്നും കടന്നു വരുന്നവരാണ്, 2 പരിസ്ഥിതിയിൽ നിന്നും കടന്നു വരുന്നവരാണ് ഇരുവരും ഒന്നായി തീരുന്നത്. അപ്പോൾ ഇരുവർക്കും ഈ 2 അഭിപ്രായം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായാലും ഒരുപക്ഷെ ദേഷ്യവും പിണക്കവും ഒക്കെ ഉണ്ടായെങ്കിലും കോപം എന്ന് പറയുന്നത് ക്രോധത്തിലേക്ക് വഴി മാറരുത്. മറ്റൊരു വിഷയം, ഒരു രാത്രി പോലും 2 പേരും തമ്മിൽ സംസാരിക്കാതെ കിടന്നുറങ്ങരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നല്ല അഭിപ്രായം ആണെന്ന് ഞാൻ തന്നെ അങ്ങ് പറയുകയാണ്. ആൻറ്റിയുടെ അഭിപ്രായം എന്താണ്? കാരണം സ്തോത്രം, അത് രാത്രി 2 പേരും കിടന്നുറങ്ങുമ്പോൾ ഏതൊക്കെ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ആ പ്രശ്നത്തെ പരിഹരിച്ച് 2 പേരും സ്നേഹത്തോടെ ഉറങ്ങുന്നതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലേ ശരി ആൻറ്റി? അതെ, തീർച്ചയായിട്ടും. അതെ, പ്രൈസ് ഗോഡ്. ആൻറ്റി, അവസാനമായിട്ട് ഒന്ന് ചോദിക്കാനുള്ളത്, വിവാഹമോചനം ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി വിവാഹമോചനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് സുവിശേഷകരുടെ ഭവനത്തിൽ പോലും, പാസ്റ്റേഴ്സിന്റെ ഭവനത്തിൽ പോലും കേൾക്കണ്ടാത്ത വിഷയമാണ് വിവാഹമോചനം എന്ന് പറയുന്ന വിഷയം. അത് തിരുവചനം ഉപേക്ഷണപത്രം കർത്താവ് വെറുക്കുന്നു എന്ന മലാക്കി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ വിവാഹമോചനത്തിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വിവാഹമോചനം എന്ന് പറയുന്നത് അധികമായിട്ട് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഒരു സുവിശേഷ കുടുംബത്തിൽ? അതിനെക്കുറിച്ച് ആൻറ്റി അഭിപ്രായം പറയാമോ? ഒന്നാമത്തെ കാര്യം, പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ നാളില് പെന്തിക്കോസ് ലോകത്തില് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ ശുശ്രൂഷയേറ്റ കാലം മുതൽ കൗൺസിലിങ് കൊടുക്കും. കെട്ടാൻ പോകുന്ന പയ്യനെ നിങ്ങൾ വീഡിയോ കോളിൽ കൂടെ കൊടുക്കുന്നത്. 4 പേർക്ക് കയറാം. പയ്യൻ്റെ സ്ഥലത്ത് നിന്ന് കയറും, പെൺകുട്ടിയുടെ സ്ഥലത്ത് നിന്ന് കയറും. ഞങ്ങളിൽ ഒരാൾ താഴെ ഇരിക്കും, ഒരാൾ താഴെ ഇരിക്കും. എന്നിട്ട് അല്ലെങ്കിൽ എക്കോയാ, എന്നിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യും. അത് നമുക്ക് ഇല്ലാത്തത്തോളം കാലം ഞാൻ പറയട്ടെ, എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉപദേശം കൊടുക്കാനായിട്ട് ഒരു പാസ്റ്ററിന് കഴിയും, ഒരു പാസ്റ്റർ മാമയ്ക്ക് കഴിയും, പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കഴിയും, എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയും, അമ്മയ്ക്ക് കഴിയും. പക്ഷെ ഒത്തിരി ഇന്ന് നടക്കുന്നത് പലതും അവരവരുടെ വീട്ടിൽ നടക്കുന്നത് കണ്ട
പലരും ഒന്നും നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കല്യാണത്തിന് വിസമ്മതിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. വേണ്ട കല്യാണം വെച്ചാൽ പറയാൻ അപ്പഴും നമ്മുടെ ജീവിതത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കല്യാണം. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്നവരും അല്ലാതെ കല്യാണം കഴിച്ചിട്ട് പ്രോബ്ലത്തിലായിരിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം സൃഷ്ടിച്ച 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭയും അതുപോലെ കുടുംബവും. സഭ ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഉണ്ടാക്കിയതാ കുടുംബം. അപ്പം പിശാചിന് അത് രണ്ടിനോടും ഫൈറ്റ് അല്ലെ. സഭയോട് എന്ത് പോരാട്ടങ്ങളാണ് അല്ലെ സഭ ഫേസ് ചെയ്യുന്നത്, ദൈവസഭ ഫേസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ സഭയുടെ കാര്യം ദൈവം പറയുന്നുണ്ട്. എന്നാ പറയുന്നത്? പാതാളം, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്നില്ല. എന്നാൽ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരവര് തന്നെയാണ് പണിയുന്നത്. പ്രത്യേകിച്ച് അമ്മമാര് പെൺമക്കളെ ഉപദേശിക്കുന്നത്. നമ്മുടെ വചനം പറയുന്നത് സത്യമാണ്, സത്യവേദവസമാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ലേയും റാഫേലും അവർ 20 ഇസ്രായേൽ ഗൃഹം പണിതത്. പണിതെന്ന് പറയുമ്പോൾ എന്തുവാ? അക്കോടുണ്ട്. പക്ഷേ പണിയുവാൻ ഏൽപ്പിച്ചത് ഹല്ലേലൂയ സഹോദരിമാരെയാണ്. ഒത്തിരിയും കറക്റ്റഡ് ആകേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും പ്രൈസ് ഗോഡ് നമ്മൾ സഹോദരിമാരാണ്. നമ്മള് പല ഭാഗത്ത് ബൈബിളിൽ വായിക്കുന്നുണ്ട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ. ഞാനൊരു ദിവസം ദൈവസ്ഥലത്തിലേക്ക് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാ ഹവ്വായുടെയും സാറായുടെയും റെബെക്കയുടെയും ദൈവമേ ഒന്നും പറയാത്തെ? ഞാൻ പറയട്ടെ, ഹവ്വായുടെ എന്ന് പറയാൻ പറ്റത്തില്ല, ഹവ്വ ഡിസൊബീഡിയന്റ്. സാറാടെ എന്ന് പറയാൻ പറ്റത്തില്ല, സാറ ഡൗട്ടിലായിരുന്നു, സംശയമില്ലായിരുന്നു, പറഞ്ഞിട്ടും വിശ്വസിച്ചു മാറി നിന്നിച്ചിരിക്കുകയല്ലായിരുന്നു. എന്നാൽ റിബേക്കായെ എടുത്തേ, മാനിപ്പുലേറ്റർ ഓഫ് ഗോഡ്സ് പ്രോമിസസ്, ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ അവള് കൃത്രിമപ്പണി ചെയ്യുവായിരുന്നു അല്ലേ, വളച്ചൊടിച്ച് അല്ലേ. അപ്പൊ സഹോദരന്മാരെ നമുക്ക് തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കണം. നമ്മൾ ശരിയായാല് എന്നും വെച്ച് അവരെ അങ്ങ് അയച്ചു വിട്ടേക്കാനല്ല കേട്ടോ. പ്ലീസ് ഗോഡ്, ഒരു വിഷയം വന്നു കഴിഞ്ഞാല് 4 കാര്യം ഞാൻ പറഞ്ഞില്ല, എല്ലാം ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത് പോലെ അതിന് 4R. ഒന്നാമത്തെ കാര്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം. അത് പാസ്റ്റർ കൗൺസിൽ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റർ മാമ സംസാരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പേരൻസ് 4 പേരും കൂടെ കൂടി അപ്പനും അമ്മയും രണ്ടിടത്തേയും കൂടെ കൂടി സംസാരിക്കുമ്പോഴായിരിക്കും. തെറ്റ് അഡ്മിറ്റ് ചെയ്യുവാൻ തക്കോണം കഴിയണം. ഫസ്റ്റ് തിങ് ഈസ് ഹല്ലേലൂയ, നമ്മളത് അഡ്മിറ്റ് ചെയ്യണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? നമ്മൾ ആഫ്റ്റർ റെക്കഗ്നൈസ് ഇറ്റ് വി ഷുഡ് റിപ്പന്റ് ഓഫ് ഇറ്റ്. ഒരു പശ്ചാത്താപം വേണം. റിപ്പന്റൻസ് എന്ന് കേട്ടില്ല, അനുതാപം, പശ്ചാത്താപം. പിള്ളേര് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, മോനെ ഇതിനകത്ത് തെറ്റാ കേട്ടോ, നീ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാ. നാളെ ദേവദാസം പറയുന്നത് കേട്ട് ആദ്യത്തെ രാത്രി കഴിഞ്ഞപ്പോഴേ പിറ്റേ ദിവസം ഭയങ്കര വഴക്കാണ്. അല്ലേലിയ വീട്ടുകാർക്ക് സഹിക്കാൻ മേലാത്തോടെ 2 പേരും അങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കുന്നില്ല. അല്ലേലിയ ചെന്നപ്പോ എങ്ങനെ തുടങ്ങിയെന്നറിയാമോ? ബാത്റൂമിൽ വെച്ച പേസ്റ്റിന്റെ നടുക്ക് പിടിച്ചപ്പോൾ വെച്ച് ഞെക്കി എടുത്തത്. അതേ ഉള്ളൂ, ഇതുപോലെയുള്ളു. കാരണം അത് പിശാചിന്റെ വേലയാണ്, തകർക്കാൻ വേണ്ടി പിശാച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ നാളില് കൗൺസിലിംഗ് കഴിഞ്ഞ് വീണ്ടും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിപ്പിച്ച് ഹല്ലേലൂയ ചൊല്ലി ഒക്കെ വിടുവാൻ ഇടയാക്കുന്നുണ്ട്. ഹല്ലേലൂയ പിശാചിന്റെ പദ്ധതിയാണ്. അപ്പൊ റിപ്പന്റ് ഓഫ് ഇറ്റ്, നമ്മൾക്ക് പശ്ചാത്താപം നമുക്ക് വേണം, അല്ലാതെ കുറെ കേട്ടതുകൊണ്ട് കാര്യമില്ല. മൂന്നാമത് എന്നിട്ട് റിനൗൺസ് ഇറ്റ്, ഉപേക്ഷിക്കണം. പശ്ചാത്തപിച്ചുകൊണ്ടും കാര്യമില്ല. നീ ചെയ്തത് തെറ്റാണെങ്കിൽ, നീ നിന്റെ ഭാര്യയോട് വേണ്ടാത്ത കാര്യത്തിന് ദേഷ്യപ്പെട്ടെങ്കിൽ, നീ നിന്റെ ഭർത്താവിനോട് കോപിച്ചെങ്കിൽ, റിനൗൺസ് ഇറ്റ്. 4-ാമത്തേത് റിലൈ ഓൺ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കണം. വി ഷുഡ് റെക്കഗ്നൈസ് ഇറ്റ്, വി ഷുഡ് റിപ്പന്റ് ഓഫ് ഇറ്റ്, വി ഷുഡ് റിനൗൺസ് ഇറ്റ് ആൻഡ് വി ഷുഡ് റിലൈ ഓൺ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. 1-ാമത്തെ കാര്യം പ്രീനാറ്റൽ കൗൺസിലിംഗ് നല്ലതാ. അഥവാ അതിനൊന്നും പങ്കെടുക്കാൻ പറ്റാതെ വിവാഹം കഴിച്ചും പോയി ഉറുപ്പും എന്താ പറഞ്ഞ പോലെ വിള്ളലും ഒക്കെ ആയി പോയെങ്കിൽ ഹല്ലേലൂയ അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ വേണ്ടപ്പെട്ടവർ കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കുവാനും പ്രൈസ് ഗോഡ് ഒന്ന് പശ്ചാത്തപിക്കുവാനും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും എന്നിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിതം കഴിപ്പാനും തക്കവണ്ണം ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്.
ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഈ ഡിവോഴ്സിന്റെ ടോപ്പിക്ക് നമുക്കറിയാം. ഹല്ലേലൂയ മലാഖി 2:16 ഞാനത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഐ ഹേറ്റ് ഡിവോഴ്സ്. ഐ ഹേറ്റ് ഡിവോഴ്സ്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. പ്ലീസ് ഗോഡ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 19:6 മാത്രം ഞാൻ പറയാം. അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹം അത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഓർമ്മിക്കുന്നു. പ്ലീസ് ഗോഡ്. അങ്ങനെ വലിയ ശക്തമായ ഉപദേശം നമ്മുടെ തിരുവചനത്തിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ ഈ ഡിവോഴ്സ് ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം പ്രൈസ് ഗോഡ് ഉപദേശം കൈക്കൊള്ളുവാൻ നമുക്ക് മനസ്സാകണം. ഹല്ലേലൂയ തലമുറകൾക്ക് മനസ്സാകണം. അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഹല്ലേലൂയ അത് ഇടയാകണം. പ്രൈസ് ഗോഡ്. ഞാൻ ഹല്ലേലൂയ പറയാം. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ DIVORCE ഡിവോഴ്സ്. പ്രൈസ് ഗോഡ്. വിവാഹം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ, ഡിവോഴ്സ് ഉണ്ടാകാതെ പോകണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ട്. ഒന്ന് ഡിവോഷൻ, ആഴമേറിയ ഒരു സമർപ്പണം. ഹല്ലേലൂയ. ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ. ഹല്ലേലൂയ. അത് 10,000 സുന്ദരനായ കർത്താവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ ഭൂമിയിൽ ഹല്ലേലൂയ ദൈവം യോജിപ്പിച്ച് നമുക്ക് കൂടെ വസിക്കാൻ തന്നിരിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ നമുക്കൊരു സമർപ്പണം വേണം. ഹല്ലേലൂയ. രണ്ടാമത് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ദൃഢമായ ആഴത്തിൽ ഒരു ബന്ധത്തിലേക്ക് വേറിറങ്ങിപ്പോയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഡിവോഴ്സ് നടക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്നേഹം കൊണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഹാപ്പി ആയിട്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇതിനെല്ലാം പോയി ഹണിമൂണെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബാക്കി കഥ തീർന്നു. പ്രൈസ് ഗോഡ്. മൂന്നാമത് വൗസ്, ദൈവസന്നിധിയിൽ എടുക്കുന്ന പ്രതിജ്ഞ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മുമ്പാകെ, ദൈവദൂതന്മാരുടെ മുമ്പാകെ, ദൈവസഭയുടെ മുമ്പാകെ, ദൈവജനത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ കൈപിടിച്ച് ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുക്കുന്ന ആ ദൈവ പുരുഷൻ ഹല്ലേലൂയ അല്ലെങ്കിൽ ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ ദൈവദാസൻ പറഞ്ഞു കൊടുക്കുന്നതിനെ സീരിയസ് ആയിട്ട് കാണണം. കണ്ടില്ലെങ്കിൽ ഡിവോഴ്സ്, ഡിവോഴ്സ് ഇല്ലെങ്കിൽ ഡിവോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇന്റിമസി ഇല്ലെങ്കിൽ ഡിവോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. വൗസ് ഹല്ലേലൂയ ആ എടുക്കുന്ന പ്രതിജ്ഞ ഹല്ലേലൂയ അതിനൊരു പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്തില്ലെങ്കിൽ ഡിവോഴ്സ് ആകാൻ സാധ്യതയുണ്ട്. അടുത്തത് ഓ എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ്. കപടത പാടില്ല. രഹസ്യ അവ ജീവിതത്തിൽ കാണത്തില്ല. പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മിക്കവരുടെയും ഹൃദയത്തില് 2 അറകൾ കാണും കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ. ഒന്ന് അപ്രീസിയേഷൻ റൂമാ. എന്റെ പെൺകൊച്ച് നല്ല സുന്ദരിയാ, ഈ ഒക്കെ നല്ല കളറാ, നല്ല ജോലിയാ, ഇങ്ങനെ കുറെ അപ്രീസിയേഷൻ റൂം കൊണ്ടുവരും. പക്ഷേ ഇപ്പുറത്ത് പിന്നെ ജീവിതം തുടങ്ങുമ്പോൾ അടുത്ത അറിയാം ഡിപ്രീസിയേഷൻ റൂം. വിചാരിച്ച പോലൊന്നും അല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹേർട്ടും നിരാശകളും വേദനകളും അനുഭവങ്ങളും എല്ലാം കൂടെ ഹല്ലേലൂയ ഈ 2 റൂമും വേണ്ട കേട്ടോ. പ്ലീസ് ഗോഡ്. തുറന്നങ്ങ് ഇട്ടാൽ മതി ഹൃദയം. ഹല്ലേലൂയ. അതായത് ഒരു രഹസ്യ അജണ്ട പാടില്ല. പ്ലീസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു കല്യാണം ഡിവോഴ്സായി. പ്ലീസ് ഗോഡ്. 2 ഭരണം വരുന്നു. അതിലൊന്ന് പെൺകുട്ടി പറഞ്ഞു, എന്റെ അക്കൗണ്ട് ഞാൻ കാണിക്കത്തുമില്ല. പ്ലീസ് ഗോഡ്. കൈകാര്യം ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. പ്ലീസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത് 3 പേരുണ്ടെങ്കിലും പ്ലീസ് ഗോഡ്. പെൺകുട്ടി പറഞ്ഞു, പ്ലീസ് ഗോഡ്. ഹല്ലേലൂയ. പേരൻസ് എന്റെ കൂടെ നിൽക്കത്തുള്ളൂ. വിദേശത്താ. പേരൻസിനെ ഞാൻ കൊണ്ടുവന്ന് നിർത്തും. പയ്യൻ പറഞ്ഞു, മറ്റൊരു 2 പേരുണ്ടല്ലോ അവര് വിദേശത്താ, അവരും കൂടെ നിർത്തണ്ടേ? ഇല്ല, എന്റെ കൂടെ നിർത്തത്തുള്ളൂ. ബാബുച്ചാരെ വിളിച്ചു വെച്ചു പറഞ്ഞു, മോനെ വിട്ടേര്. പ്ലീസ് ഗോഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലോകം, നമ്മൾ വിചാരിക്കുന്ന പോലല്ല മനുഷ്യര്, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. പ്ലീസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താദാസ് ചോദിച്ചല്ലോ, പ്ലീസ് ഗോഡ്, എന്തുകൊണ്ടാ ദൈവഭവനത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്ലീസ് ഗോഡ്. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഓപ്പൺനെസ്. ഒരു രഹസ്യ അജണ്ടായി പാടില്ല. ഇവിടെ ബാബുച്ചാൻ കൗൺസിൽ ചെയ്യുമ്പോൾ ബഡ്ജറ്റിങ് വരെ അവർ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് മാതാവിന് കൊടുക്കേണ്ടതും ഡയറ്റ് കൊടുക്കേണ്ടതും എല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, പ്ലീസ് ഗോഡ്, ഒരു രഹസ്യ അക്കൗണ്ട് ഉണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മൾ സൂക്ഷിച്ച് മാറ്റി വെക്കുന്നത് അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. രഹസ്യമായിട്ടുള്ള ഒന്നും പറ്റില്ല. രഹസ്യ അജണ്ട പറ്റത്തില്ല. ഹിഡൻ അജണ്ട പാടില്ല. പ്ലീസ് ഗോഡ്. ഓപ്പൺനെസ് ആയിരിക്കണം. കുറവി വേണം. പ്ലീസ് ഗോഡ്. 6 റെസ്പോൺസിബിലിറ്റി. എഫേസ്യ ലേഖനത്തില് പ്രൈസ് ഗോഡ് അനേക സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഭാര്യക്കുള്ള കടമകൾ, ഭർത്താവിനുള്ള കടമകൾ, അതൊക്കെ ഹല്ലേലൂയ വായിച്ചറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ. വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ.
അനേക കാര്യം അതേക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഹല്ലേലൂയ നോക്കണമല്ലോ. കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അവസാനം ഈ എന്തിനെ കാണിക്കുന്നറിയാവോ? എൻജോയ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് ടുഗദർ. എല്ലാ ആസ്പെക്ട്സും, നമുക്കുള്ള പൊസിഷൻസ്, ഹല്ലേലൂയ, നമുക്കുള്ള എല്ലാ സമ്പാദ്യവും സമ്പത്തും, ഹല്ലേലൂയ, നമ്മുടെ വിഷൻ, നമ്മുടെ ദർശനം, സുശയ്ക്ക് ഹല്ലേലൂയ, പാസ്റ്റർമാരുടെ ദർശനവും ഹല്ലേലൂയ പാസ്റ്ററുടെ ദർശനവും ഒന്നായിരിക്കും. നമ്മുടെ വിഷൻ. എൻജോയ് ഓൾ ദ ആസ്പെക്ട്സ് ഇൻക്ലൂഡിംഗ് ദ സെക്ഷൽ ലൈഫ്. എല്ലാം എൻജോയ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ടുഗദർ. ഹല്ലേലൂയ. ഇത് ഇത്രയും ഈ നിമോണിക്സ് അല്ലെങ്കിൽ ഈ അക്രോണിംസ് വെച്ച് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ഇതൊക്കെ പാലിപ്പാട്ടോണം അങ്ങനെ കുടുംബ ജീവിതത്തില് നമുക്കൊക്കെ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം അറിഞ്ഞിരിക്കേണ്ട അനേക സത്യങ്ങൾ ദൈവദാസിയിലൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഇത് സംബന്ധമായിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ ഇനി സംസാരിക്കുവാനുണ്ട് എങ്കിലും മറ്റൊരു സമയം ഇതിനു വേണ്ടി കണ്ടെത്തുന്നതായിരിക്കും. വിവാഹമോചനം നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. ഓപ്പണായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എങ്കിൽ പോലും അടുത്തതായിട്ട് ആൻറ്റി നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കുവാനുള്ള സമയമാണ്. കാരണം ഇത്രയും നേരം കുടുംബപരമായിട്ടുള്ള വിഷയവും മിനിസ്ട്രി എന്നുള്ള വിഷയത്തെക്കുറിച്ച് അവർ നമ്മെക്കുറിച്ച് കേട്ടോണ്ടിരുന്നു. ഇനിയും അവരോട് പറയുവാനുള്ള ആ വിഷയം, ആദ്യം അന്യോന്യം കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ആൻറ്റി ഒരു കാര്യം പറഞ്ഞല്ലോ, ദൈവം ആദ്യം സ്ഥാപിച്ചത് കുടുംബമാണ്, പിന്നെയാണ് സഭ. അതുകൊണ്ട് തന്നെ കുടുംബമാണ് ശുശ്രൂഷയേക്കാൾ മുഖ്യം. ശുശ്രൂഷ മുഖ്യമാണ്, അപ്പോൾ തന്നെ കുടുംബവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുടുംബത്തിനും പ്രാധാന്യം കൊടുക്കണം, ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കണം. എന്നാൽ കുടുംബ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാതെ ശുശ്രൂഷ ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് അവസാനമായിട്ട് പ്രിയ ആൻറ്റി പ്രേക്ഷകരുമായിട്ട് സംസാരിച്ചായിട്ട്. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഏത് ബന്ധമാണ് ജീവിതത്തിൽ വലുത്? നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലുത് ദൈവമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഏറ്റവും ഡീപ്പായിട്ട് കൈകാര്യം ചെയ്യണം. ഓരോ ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നില്ലേ, നമ്മൾ മുമ്പേ കേട്ടുള്ള ഓരോ ഹാബിറ്റ്സ്, ഓരോ ശീലം. അപ്പം ഒരുപോലെ ഇത് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ആ പ്രയോറിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ഒന്നാമത് ദൈവവുമായിട്ടുള്ള ബന്ധം, രണ്ടാമത് നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ കുടുംബമാണ് രണ്ടാമത്, മൂന്നാമതാണ് നമ്മുടെ മിനിസ്ട്രി. ചിലർ കുടുംബത്തെ മറന്ന് മിനിസ്ട്രിയിലേക്ക്, ചിലർ ദൈവത്തെ മറന്ന് മിനിസ്ട്രിയിലേക്ക്, ചിലർ ദൈവത്തെ മറന്ന് കുടുംബത്തെ മറന്ന് മിനിസ്ട്രിയിലേക്ക്. ഇതെല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ്. ചുരുക്കി പറയുവാണെങ്കിൽ ഈ മൂന്ന് ബന്ധങ്ങളും മൂന്നിനകത്ത് നമ്മൾ കേട്ടോ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയില് നമുക്ക് ഒത്തിരി ചുമതലകൾ തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിലയുണ്ട്, ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ശുശ്രൂഷകളും വിവിധങ്ങളാണ്. പണ്ട് കാനോച്ചൻ പറയും മിനിസ്ട്രി എന്നെല്ലാവരും പറയും, പക്ഷെ ആർക്കും മിനി ആകാൻ ഇഷ്ടമില്ല. അതാ ഇന്നത്തെ ആത്മീയോളത്തിൽ വെച്ചിട്ട് കൊടുത്തത്. ആർക്കും മിനി ആകാൻ ഇഷ്ടമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ എളിമപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തിക്കൊണ്ട്, ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരിക്കലും ഒരു കോട്ടം വരാതെ നമ്മൾ അത് ഓരോരുത്തരുടെയും ഓരോ വിധത്തിലുള്ള രീതിയിലായിരിക്കും ഓരോ ബന്ധങ്ങളും നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ശുശ്രൂഷ തുടങ്ങിയ സമയത്തല്ല, ഞാനത് അറിഞ്ഞപ്പോൾ തുടങ്ങി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഒന്നാണ്, ഞാൻ ആ യബ്ബേസിന്റെ പ്രയർ ഞാൻ രാവിലെ പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് BBSന്റെ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ചു. വിവരിക്കാൻ പോയില്ല, കുഞ്ഞുങ്ങളെ അതിന്റെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചേച്ച് അവരോട് ഞാൻ തിരിച്ചു പോകുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളില് വിദേശം വരുമ്പോൾ ആരാദ്യം പറയുമ്പോൾ ഞാൻ സമ്മാനം തരാം. വിദേശം എന്നെ അവിടെ തിരിച്ചു പറഞ്ഞാൽ എനിക്ക് 10 പേര് പറഞ്ഞത്. ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. അതിനകത്ത് ഭൗതിക അനുഗ്രഹം വരും, കുടുംബ ജീവിതത്തിലെ അനുഗ്രഹം വരും, നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ദാമ്പത്യ ബന്ധത്തിന്റെ അനുഗ്രഹം വരും, നമ്മുടെ ശുശ്രൂഷയുടെ അനുഗ്രഹം വരും, നമ്മളായിരിക്കുന്ന സഭയുടെ അനുഗ്രഹം വരും,
നാം ആയിരിക്കുന്ന സമൂഹത്തിന്റെ അനുഗ്രഹം വരും, നമ്മുടെ ദേശത്തിന്റെ അനുഗ്രഹം വരും. അത് അല്ലെങ്കിൽ വലിയ ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. നീ എൻ്റെ അതിര് വിസ്താരമാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എൻ്റെ ശുശ്രൂഷയുടെയും എൻ്റെ കുടുംബജീവിതത്തിന്റെയും എല്ലാം അതിര് വിസ്താരമാക്കണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. വേണ്ട ദൈവങ്ങളെ, ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ നീ അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരരുത്. എന്തെല്ലാം അനർത്ഥങ്ങളാ ദിവസം കേൾക്കുന്നത്, ഓരോ ദിവസവും കേൾക്കുന്നത്, ഓരോ ദിവസം കേൾക്കുന്നത്. ഇന്നിപ്പോ ഞാൻ അൽമിക്ക് അച്ഛനെ കുറിച്ചോണ്ടിരുന്നപ്പോ മൊബൈലിൽ പറഞ്ഞ കേട്ടു, ഒരു അമ്മയുടെ കഴുത്ത് നല്ല വന്നിട്ടുണ്ട്, കഴുത്ത് മോനറുത്തിട്ട് മോൻ ചേർത്ത് ഇവിടെ ചെവിയിൽ വന്ന് പതിക്കുന്നതെല്ലാം അനർത്ഥം. പക്ഷെ അനർത്ഥം ചെറിയപ്പോണ്ട് പോട്ടെ, അത് നല്ലൊരു വിഷയം. നമുക്ക് പ്രാർത്ഥിക്കണം, അതെ അനർത്ഥം നല്ലൊരു നിന്മത നമുക്ക് അസംഖ്യമായി പ്രഭാവം എല്ലാത്തിനും ഒട്ടിരിക്കും. പക്ഷെ അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു. ഞാൻ റെസ്പെക്ട് ചെയ്ത് 5 എന്നെ കാക്കണം. കൊച്ചുള്ളവർ പ്രാർത്ഥിക്കത്തില്ലേ, മമ്മിയെ കാക്കണേ, പപ്പയെ കാക്കണേ, എന്നെ കാക്കണേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നും രാവിലെ അത് പ്രാർത്ഥിച്ച് എന്റെ കർത്താവിന്റെ സന്നിധിയില് നമ്മെ തന്നെ അങ്ങ് സമർപ്പിച്ചിട്ടാണ് പിന്നല്ലേ ഹല്ലേലൂയ നമ്മൾ രാവിലെ കർത്താവിന്റെ മുഖം കാണുന്നത്. ആദ്യമേ നമ്മുടെ കർത്താവിന്റെ മുഖം കാണണം. അങ്ങനെ എന്റെ 2-3 പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അത് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ കൂട്ടാളിയുമായിട്ടുള്ള കുടുംബവുമായിട്ടുള്ള ബന്ധവും, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ചെയ്യേണ്ട കടമകളുണ്ട്, നമ്മൾ ചെയ്യേണ്ട കടപ്പാടുകളുണ്ട്. അതിനുശേഷം നമ്മുടെ മിനിസ്ട്രിയിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മിനിസ്ട്രിയിലെ അതൊരു വിസ്താരമാണ്. പ്രൈസ് ഗോഡ്. ദൈവം ആത്മാക്കളെ വർദ്ധിപ്പിച്ചത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ കൈ അനുകൂലമായിരിക്കും. പ്രൈസ് ഗോഡ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ പ്രവർത്തിച്ചാൽ ആരും പറ്റും. അങ്ങനെ 3 കൂടെ അത് പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്കറിയാം ദൈവം, അതിനുശേഷം നമ്മുടെ ഫാമിലി, 3ാമതാണ് നമ്മുടെ മിനിസ്ട്രി. അത് തെറ്റിക്കുമ്പോഴാണ് എല്ലാം തെറ്റിച്ചത്. തെറ്റാതെ വണ്ണം വിടാതെ വണ്ണം എൻ്റെ മഹിമാസന്നിധിയിൽ അത് നമ്മെ ഓരോരുത്തരും നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ആൻറ്റി. ഇത്രത്തോളം ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് വിലപ്പെട്ട അറിവുകളും അനുഭവവും ദൈവകൃപയോടുകൂടുള്ള ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്ന് ഈ പോഡ്കാസ്റ്റ് അനുഗ്രഹമാക്കിയതിന് വളരെ നന്ദിയുണ്ട്. അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രേക്ഷകർ ആമേൻ നമ്മോടൊപ്പമായിരുന്നു. തുടർന്നും അവർക്കായി പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷനിലൂടെ അവസാനിപ്പിക്കാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന സമയത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തോത്രം. നീ പോയിച്ചിട്ട് വന്ന വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അത് ഞങ്ങളുടെ കാലിന് ദീപമായിരിക്കട്ടെ കർത്താവേ, ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കട്ടെ കർത്താവേ. നീ ഞങ്ങൾക്കൊരു കുടുംബം തന്നിട്ടുണ്ട് കർത്താവേ, നീ ഞങ്ങൾക്കൊരു സഭ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാം നീ തന്നത് മാത്രമേ ഉള്ളൂ കർത്താവേ. നീ ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്കായി സ്തോത്രം. നീ ഞങ്ങൾക്ക് തന്ന മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. എന്താണെങ്കിലും ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ തക്കണം. നീ ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങൾക്ക് ചുറ്റും പരിചയമായിരുന്നു കൊള്ളണം. എല്ലാ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാന സമൃദ്ധിയിൽ ഓരോ കുടുംബത്തെയും നീ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിന്റെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവ് ഉള്ളേറിയ വഴികളെ തുറന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപരിപഠനത്തിനാണെങ്കിൽ അതിന്, വിവാഹ ജീവിതത്തിനാണെങ്കിൽ അതിന്, ഉള്ളേറിയ തലമുറയെ ലഭിക്കേണ്ടതിനാണെങ്കിൽ അതിന് വ്യത്യസ്തമാണല്ലോ കർത്താവേ. ഓരോ കുടുംബത്തിന്റെയും പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യത്യസ്തമാണല്ലോ കർത്താവേ. എന്നാൽ എല്ലാം ഒരുപോലെ ചെയ്യുവാൻ കഴിവുള്ള കർത്താവേ, നീ ചെവിചായ്ച്ച് കേൾക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. ഇത് കേൾക്കുന്ന സകലരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ വിഷയങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിക്കൊണ്ട് കർത്താവേ ഉത്തര കർത്താവ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഭൂമിയെ നശിപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു മഴവില്ലിനെ അടയാളമായി കൊടുത്തതുപോലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉത്തരമല്ലെന്ന് ദൈവം ഹല്ലേലൂയ വലിയ അടയാളങ്ങൾ കർത്താവേ നിന്റെ ജനത്തിന് ഉത്തരം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദാനമായി കൊടുത്ത തലമുറയും സഭയെയും ഒത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ ചെയ്യുന്ന സകല വേലയിലും സ്വർഗ്ഗത്തിലെ ദൈവം മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീനിയും അവരെ വർദ്ധിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു.
എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു ആൻറ്റി. എക്കോസ് ഓഫ് എക്സ്പീരിയൻസിന്റെ കുടുംബ ജീവിതവും സുവിശേഷ വേലയും എന്ന ഈ പോഡ്കാസ്റ്റ് സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ ഞങ്ങൾക്ക് ഇടാവുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.